ഇതിൽ എത്ര പേര് കഴിഞ്ഞ വർഷം 2023 പ്രിലിംസ് കൊടുത്തായിരുന്നു, എക്സാം അറ്റൻഡ് ചെയ്തായിരുന്നു? ഓ, quite a huge number. ഇതിൽ സിസാറ്റ് കാരണം പ്രിലിംസ് പാസ്സാകാത്ത ആരെങ്കിലും ഉണ്ടോ? സിസാറ്റ് ആണ്. മാത്സ് ആയിരുന്നോ ഇംഗ്ലീഷ് ആയിരുന്നോ ബുദ്ധിമുട്ട്? ഇംഗ്ലീഷ് വായിച്ചാണോ സമയം പോയത്, മാത്സ് ചെയ്താണോ സമയം പോയത്? ഇംഗ്ലീഷ് വായിച്ച ഓൾറെഡി സിസാറ്റ് എഴുതിയിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി തോന്നിയിട്ടുള്ള എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഓൾറെഡി ആക്ച്വൽ എക്സാം കൊടുത്തിട്ടുള്ളവരുടെയാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. ഹു ഹാസ് ആക്ച്വലി ഗിവൺ എക്സാംസ് 2023, 22? ആൻസേഴ്സ് എല്ലാം സിമിലർ ആയി തോന്നുന്നു. ഓക്കെ, 2022 എഴുതിയ ആരെങ്കിലും ഉണ്ടോ? 2023 എഴുതാറുണ്ടല്ലോ. 2022 to 2023 എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് സിസാറ്റ് പേപ്പറിൽ തോന്നിയത്? എന്തോ മാത്സ് ആയിരുന്നു കൂടുതൽ ഡിഫിക്കൽട്ട്. ഞാൻ ചോദിച്ചത് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ പാറ്റേണിൽ there were slight differences. നിങ്ങൾ ആരെങ്കിലും അത് ഫിഗർ ഔട്ട് ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി ആക്ച്വലി പേപ്പർ ഈസി ആയിരുന്നു. ഞാനും നോക്കിയായിരുന്നു പേപ്പർ 2022 ഒക്കെ വെച്ച്. ആക്ച്വലി 22-21 ഒരു റീസെന്റ് ഇയേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈസിയർ ആയിരുന്നു 2023 പേപ്പർ. പക്ഷെ ഒരു പാറ്റേൺ ചെറുതായി ഒന്ന് മാറിയായിരുന്നു. ഒരു എക്സ്ട്രാ പാറ്റേൺ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു ആരെങ്കിലും? യൂഷ്വലി നമുക്ക് ടേംസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറേയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏത് ടേം ആണ്, ഈ ഒരു കോൺസെപ്റ്റിനെ ബെറ്റർ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. യൂഷ്വലി വി ഡോണ്ട് ഗെറ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഓൾറെഡി എക്സാംസ് എഴുതിയുള്ളവരാണ് ഇന്ന് കൂടുതൽ ക്ലാസ്സിൽ എൻഗേജ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്? നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. സോ ദാറ്റ് വിൽ ഗിവ് യു മോർ ഐഡിയ. അത് മാത്രമല്ല ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വേറെ എന്താണ് ഷോർട്ട് കട്ട് ഒന്നും കാര്യമായിട്ടില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് ഫെമിലറൈസ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് അതിനൊരു നാക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് നന്നായി വായിക്കാനൊക്കെ അറിയുണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ കോംപ്രഹെൻഷൻ ഓൾസോ മറ്റ് എക്സാംസിൽ നിന്നും കുറച്ച് ഡിഫറെന്റും ആണ് അല്ലെ. ഇപ്പൊ ബാങ്ക് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആ ഒരു എക്സാം പാറ്റേണിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ് സിവിൽ സർവീസിന്റെ കോംപ്രിഹെൻഷൻസ്. ഇപ്പൊ 2023 പേപ്പറിലാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? 27 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 27 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 25 പാസേജസും ഉണ്ട്. ആകെ 2 പാസേജസിൽ നിന്ന് മാത്രമാണ് 2 ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം 1 സിംഗിൾ പാസേജ്, 1 സിംഗിൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ട് യു വിൽ ഹാവ് ടു റീഡ് ദാറ്റ് പാസേജ്. പാസേജസ് ഓഫ് കോഴ്സ് ഭയങ്കര ചെറുതാണ് കമ്പയർഡ് ടു അതർ എക്സാമിനേഷൻസ്. നിങ്ങൾക്ക് എല്ലാം 1 പാരഗ്രാഫ് 2 മാക്സിമം 2 പാരഗ്രാഫ്സ് ഒക്കെ നിങ്ങളുടെ ഒരു പാസേജിൽ ഉണ്ടാവുള്ളൂ. മോസ്റ്റ് ഓഫ് ദി പാസേജസ് സിംഗിൾ പാരഗ്രാഫ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ഓൾറെഡി എക്സാം എഴുതിയവർക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്നവരെ മറ്റുള്ളവരെ ഒന്ന് ഫെമിലറൈസ് ചെയ്യൂ. പറഞ്ഞോ, കേൾക്കുന്നില്ല. അസംഷൻസ് ഉണ്ടാവും. മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്ന എഴുതുന്ന യൂഷ്വലി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികം ക്വസ്റ്റ്യൻസും അസംഷൻസ്, ഇൻഫറൻസസ്, ക്രക്സിനേക്കാൾ കൂടുതൽ ക്രിട്ടിക്കൽ മെസ്സേജ്, ക്രൂഷ്യൽ മെസ്സേജ് ഓഫ് ദ പാസേജ്, ഇതൊക്കെ ആയിരിക്കും അധികം ക്വസ്റ്റ്യൻസ് വരിക. ഇതുവരെ സിവിൽ സർവീസ് എക്സാമേ എഴുതിയിട്ടില്ലാത്ത എത്ര പേരുണ്ട്? ഒരു അറ്റംപ്റ്റും കൊടുത്തിട്ടില്ലാത്ത. ആദ്യമായിട്ട് കൊടുക്കാൻ പോകുന്നത് 2024. ഓൾ ഓഫ് യു. നിങ്ങൾ ആരെങ്കിലും സിവിൽ സിസാറ്റിന്റെ മോക്ക് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. സിസാറ്റ് മോക്ക് എഴുതിയിട്ടുണ്ട്. ബാക്കി ആരും മോക്കും എഴുതിയിട്ടില്ല. ഇവിടത്തെ ടെസ്റ്റ് സീരീസ് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇവിടത്തെയോ വേറെ ഇറ്റ് ഈസ് മോക്ക് എഴുതിയിട്ടുണ്ട്. മോക്ക് എഴുതിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ 2022-23 ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടോ ഇവിടുത്തെ മോക്ക് കൂടാതെ? ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഗോ? ചെയ്തു നോക്കിയത്.
മോസ്റ്റ്ലി മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് നോട്ട് ബിക്കോസ് ഓഫ് ദി ഡിഫിക്കൽട്ടി ഇൻ ദി വൊക്കാബുലറി അല്ലെ. കാരണം വാക്കുകൾ മോസ്റ്റ്ലി സിവിൽ സർവീസിന് ഈസിയർ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകളൊന്നും കാണാനേ പറ്റില്ല. പക്ഷെ എൻറ്റയർ പാരഗ്രാഫിന്റെ കോംപ്രിഹെൻഷൻ മൈറ്റ് ബി എ ലിറ്റിൽ ഡിഫറെന്റ്. അപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 10 എണ്ണം മാത്രമേ ഉള്ളൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ. ഇൻഫറൻസസ്, അസംഷൻസ്, പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞു, ഞാൻ ആഡ് ചെയ്യാം. ക്രക്സ് ഓഫ് ദി പാസേജ്. ഇനി ഓർക്കെ പറയാം, നിങ്ങൾ ഭയങ്കര പിറ്റിടാവണ്ട, വെറുതെ പറഞ്ഞു. ക്രിട്ടിക്കൽ, ഓർക്കെ പറ. ക്രിട്ടിക്കൽ അനാലിസിസ് കോംപ്രിഹെൻഷന് വരാറില്ല. നോ. ക്രിട്ടിക്കൽ, ആക്ച്വലി ക്രിട്ടിക്കൽ, റാഷണൽ മെസ്സേജ്, പ്രാക്ടിക്കൽ മെസ്സേജ്, ക്രക്സ്, ഇതൊക്കെ വരാറുണ്ട്. ഈ വേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്കൽ, റാഷണൽ, പ്രാക്ടിക്കൽ, ഇതൊക്കെ എല്ലാത്തിന്റെയും കൂടെയും ആഡ് ചെയ്യപ്പെടുന്നതാണ്. ക്രിട്ടിക്കൽ ഇംപ്ലിക്കേഷൻ, ക്രിട്ടിക്കൽ മെസ്സേജ്, മോസ്റ്റ് റാഷണൽ മെസ്സേജ്, മോസ്റ്റ് റാഷണൽ അസംഷൻ, ഇതൊക്കെ. അപ്പൊ ഈ റാഷണൽ, ക്രിട്ടിക്കൽ, ഇതൊക്കെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ആഡ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ കീവേഡ്സ് ഇൻഫറൻസ്, അസംഷൻ, ഇംപ്ലിക്കേഷൻ, ക്രക്സ്, ക്രിട്ടിക്കൽ മെസ്സേജ്, ടോൺ. ടോൺ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടോൺ ഓഫ് ദ പാസേജ് എന്താ ഉദ്ദേശിക്കുന്നത്? എക്സാക്ട്ലി, ഓഥറിന്റെ ടോൺ എന്താണ്? ഒരു ഇഷ്യൂനെ പറ്റിയിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദി പാരഗ്രാഫ്സ്. അപ്പൊ ഇത് എഴുതുന്നത് ഒരു ഓഥറാണ്. അപ്പൊ വാട്ട് എവർ ദ പാസേജ് ഈസ്, ഇറ്റ്സ് റിട്ടൺ ബൈ ആൻ ഓഥർ. ആ ഓഥറിന് ആ ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? അതൊരു പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ, അല്ലെങ്കിൽ സർട്ടൺ ആസ്പെക്ട്സ് ഓഫ് ദി ഇഷ്യൂസിനെ ക്രിട്ടിക്കലായി പറയുകയും മറ്റു ചിലതിനെ പോസിറ്റീവായി കാണുകയും ചെയ്യുകയാണോ? ദാറ്റ് ഈസ് ദ ടോൺ ഓഫ് ദ പാസേജ്. ആൻഡ് ഓൺ ദി ഹോൾ എന്താണ് ടോൺ ഓഫ് ദ പാസേജ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഓൾറെഡി ഓഥർ ചില പോസിറ്റീവ്സും ചില നെഗറ്റീവ്സും പറയുന്നുണ്ടാവും ആ പാസേജിൽ തന്നെ. പക്ഷെ ഓവറാർച്ചിങ് ടോൺ എന്താണ്? കൂടുതൽ നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ? അതാണ് ടോൺ. മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ വരാവുന്ന ഒരു ഡിഫിക്കൽട്ടി, എസ്പെഷ്യലി സിവിൽ സർവീസ് ആസ്പിറൻസിനാണ് അത് ഏറ്റവും അധികം കണ്ടിട്ടുള്ളത്. സിൻസ് യു ഓൾറെഡി നോ എ ലോട്ട് ഓഫ് ഡേറ്റ, നിങ്ങൾക്ക് ഓൾറെഡി കുറെ നോളജ് ബേസ് ഉള്ളത് കൊണ്ട് തന്നെ യു ഓൾവേസ് ഹാവ് എ ടെൻഡൻസി ടു അസ്യൂം തിങ്സ് ബേസ്ഡ് ഓൺ യുവർ പ്രയർ നോളജ്. ഇപ്പോ ഒരു പാരഗ്രാഫ് വായിക്കുകയാണ്, ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പല പാരഗ്രാഫ്സ് നിങ്ങൾ ഇഷ്ടം പോലെ ന്യൂസ് പേപ്പേഴ്സിൽ വായിച്ചിട്ടുണ്ടാവും. ആസ് പാർട്ട് ഓഫ് യുവർ പ്രിപ്പറേഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മെയിൻസിന് വേണ്ടിയിട്ട് യു ആർ സപ്പോസ് ടു റൈറ്റ് ലൈക്ക് ദിസ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് യു ഓൾറെഡി ഹാവ് ഇനഫ് ഓഫ് കണ്ടന്റ്. അപ്പം പലപ്പോഴും ഈ കണ്ടന്റ് നിങ്ങളുടെ ആൻസേഴ്സിനെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യും. ദാറ്റ് ഷുഡിൻ ഹാപ്പൻ. നിങ്ങൾക്ക് അതിനാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള നോളജിന് ഇവിടെ പ്രസക്തിയേ ഇല്ല. മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റിക്ക് ടു ദി പാസേജ്. പാസേജിൽ എന്ത് പറയുന്നോ അത് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ പ്രയർ നോളജ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പൊ ഇവർ ഇതിനകത്ത് പറയുന്ന ഒരു സൊല്യൂഷനേക്കാളും യു മൈറ്റ് ഹാവ് എ ഡിഫറെന്റ് ടേക്ക് ഓൺ ഇറ്റ്, യു മൈറ്റ് ഹാവ് എ ബെറ്റർ സൊല്യൂഷൻ ഫോർ ഇറ്റ്, ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ. അത് നിങ്ങൾക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗിന്റെ കാര്യത്തിൽ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ വരുമ്പോ ആ പാരഗ്രാഫിൽ എന്ത് പറയുന്നു അത് മാത്രം കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് നിങ്ങളുടെ ആൻസേഴ്സിലേക്ക് എത്താൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള നോളജ് ആൻസേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എന്നാൽ തന്നെ നിങ്ങളുടെ പ്രശ്നം തീരും. നിങ്ങളുടെ മെയിൻ പ്രശ്നം മോസ്റ്റ് ഓഫ് ദ ടൈം അതാണ്. സിൻസ് യു ഓൾറെഡി നോ എ ലോട്ട് ഓഫ് കണ്ടന്റ് ദാറ്റ് ഹാസ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ ദി ആൻസർ ദാറ്റ് യു പിക്ക്. നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് കുറച്ചുകൂടി നിങ്ങളുടെ അഭിപ്രായമായിരിക്കും. ആ ഓഥറിന്റെ ആ പാരഗ്രാഫ് പാസേജിൽ പറഞ്ഞിരിക്കുന്ന ഓഥറിന്റെ അഭിപ്രായം ആവണമെന്നില്ല. ദാറ്റ് ഹാസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. പിന്നെന്താണ്, പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരിക്കലെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും പാസേജസ് ആർ മോസ്റ്റ് ഓഫ് ദ ടൈം വെരി സിമ്പിൾ. സിമ്പിൾ ഇൻ ദ സെൻസ് വൊക്കാബുലറി വൈസ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് വളരെ ടഫ് ആയിട്ടുള്ള വേർഡ്സോ ഈവൻ ഹിന്ദു വായിക്കുന്നതിന്റെ പകുതി പോലും ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഇതിന്റെ കോംപ്രിഹെൻഷൻസിന്റെ വൊക്കാബുലറിയിൽ ഉണ്ടാവില്ല. ദ ഓൺലി പ്രോബ്ലം കംസ് നിങ്ങൾക്ക് ആൻസേഴ്സ് കാണുമ്പോഴേക്കും ഇതും ശരിയായി കൂടെ, ഇതാവാലോ, എന്തുകൊണ്ട് ഇതാവുന്നില്ല, ഇങ്ങനെയുള്ള ഡൗട്ട്സ് ആയിരിക്കും. അല്ലാതെ
പാസേജിലെ ഒരു എൻ്റയർ വാക്ക് മനസ്സിലാവാത്ത ഒരു പ്രശ്നം മോസ്റ്റ് ഓഫ് ദ ടൈം ഉണ്ടാവില്ല. ഇഫ് അറ്റ് ഓൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും ഡോണ്ട് വറി അറ്റ് ഓൾ. ഈവൻ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ പോലും എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഡിക്ഷണറി നോക്കണം എന്ന് ഐ വുഡ് നെവർ സജസ്റ്റ് ദാറ്റ്. ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി ഡിക്ഷണറി നോക്കി വാക്കിന്റെ അർത്ഥം പഠിച്ചിട്ടല്ല. ദാറ്റ്സ് എ വെരി റിഡൻഡന്റ് ടൈം ടേക്കിംഗ് പ്രോസസ് ആൻഡ് നോട്ട് വെരി ഇഫക്റ്റീവ് പ്രോസസ്. അപ്പൊ യു ക്യാൻ ആക്ച്വലി ഗസ് ദി മീനിങ് ഫ്രം ദി കോണ്ടെക്സ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഏതൊരു വാക്കാണെങ്കിലും ഡിഫിക്കൽട്ട് ആയി തോന്നിക്കഴിഞ്ഞാൽ one line before the word, one line after the word, most likely that you will get an idea of the word. എന്താണ് ഏകദേശം ആ വാക്ക് മീൻ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിനകത്തൊരു അഡീഷൻ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് അതിന്റെ മീനിങ് മനസ്സിലാക്കാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ട്രൈ ടു ആക്ച്വലി ലുക്ക് ഫോർ എവറി സിംഗിൾ വേർഡ് ആൻഡ് ലേൺ ദ മീനിങ്. അതൊരു ഓർഗാനിക് വേ ഓഫ് ലേണിംഗ് അല്ല. Try to get the meaning from the context. ഏതൊരു എസ്സേ വായിക്കുമ്പോഴാണെങ്കിലും, ഈവൻ ഫോർ യുവർ പ്രിപ്പറേഷൻസ്, ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും ജേർണൽസ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്. അത് തന്നെയാണ് ഇവിടുത്തെ സ്ട്രാറ്റജി. നിങ്ങൾക്ക് ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലെന്ന് വെച്ച് ഒട്ടും പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു വാക്കിന്റെ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ട് ഐ എം പ്രിറ്റി ഷുവർ യു വിൽ നോട്ട് ലൂസ് എ മാർക്ക്. യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദി മെയിൻ ഐഡിയ വൈൽ റീഡിംഗ് ദി എൻറ്റയർ പാസേജ്. നമുക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ദെൻ നിങ്ങൾക്ക് അപ്പോഴുള്ള ഡൗട്ട്സോ I'll ask you why you think that this answer is not okay, why you think that this answer could be possible. നമുക്ക് അങ്ങനെ നോക്കി പോവാം. എനിക്ക് തോന്നുന്നത് rather than giving lectures നിങ്ങൾക്ക് പ്രാക്ടീസ് ഇടുന്നതായിരിക്കും വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ യു. എല്ലാവർക്കും ഫോണില് 2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കാം, അല്ലെങ്കിൽ ഇത് വായിച്ചോളൂ. വാട്ട് എവർ ഈസ് കൺവീനിയന്റ് ഫോർ യു. ഇത് പാസേജ് നമ്പർ 1. പിന്നെ പാസേജസ് സ്പീഡിൽ വായിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പൊ 1000 വേർഡ്സ് പെർ മിനിറ്റ് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അത്രയും വലിയ സ്പീഡിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. പക്ഷേ ഇറ്റ് ഷുഡ് നോട്ട് ബി ടു സ്ലോ ആസ് വെൽ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ പാരഗ്രാഫ് ആണ്, അത് വായിക്കണ്ടേ എന്നൊക്കെ കൺഫ്യൂഷൻ ആവാണ്, കുറച്ച് സമയം ഉള്ളൂ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ക്വിക്ലി ഗോ ത്രൂ ദി ക്വസ്റ്റ്യൻ. ആദ്യം ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനും എൻ്റെ 4 ഓപ്ഷൻ ഉണ്ട്, 4 ഓപ്ഷനും എൻ്റെ വായിക്കുക ഒന്നുമല്ല. Just skim through it. Quickly go through it so that you get the keywords. Keywords identify ചെയ്യലാണ് എപ്പോഴും ഏറ്റവും easier and less time consuming. Keywords identify ചെയ്യാം എന്ത് ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ മേ ബി പൊല്യൂഷനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ടായിരിക്കും, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ടായിരിക്കും. യു ജസ്റ്റ് നീഡ് ടു ഗെറ്റ് ദാറ്റ് ഐഡിയ ഫ്രം ദി ആൻസേഴ്സ് ഗിവൺ. ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് അത്ര ഐഡിയ കിട്ടേണ്ട ആവശ്യമുള്ളൂ. Then go back to the passage. പിന്നെ പാസേജിലേക്ക് പോകുമ്പോഴേക്കും ഈ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് മീനിങ് മനസ്സിലാവണമെന്നില്ല എപ്പോഴും. പക്ഷെ നമുക്ക് ഈ കണക്ടിങ് വേർഡ്സ് ഉണ്ടാവും. ഓഥർ ഒരു കാര്യം പറഞ്ഞു വരുന്നു ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട്, ദെൻ ബട്ട്, ഹൗഎവർ, ഇങ്ങനെയൊക്കെ ഉള്ള കണക്ടിങ് വേർഡ്സ് ഉണ്ട്. ഈ വാക്കുകൾ ഷുഡ് ബി ഏബിൾ ടു ഗിവ് യു ക്യൂസ്. ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, മോസ്റ്റ്ലി ഒരു ഓൾറെഡി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമായിരിക്കും പറയാൻ പോകുന്നത്. ആ ഒരു ഐഡിയ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ പാസേജിന്റെ ഒരു രീതി മനസ്സിലാവും. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ പർപ്പസ്, പ്രത്യേകിച്ച് ഈ കോമ്പറ്റീഷൻ പാസേജസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പാസേജ് വായിച്ചോളൂ. ഏതാണ് ആൻസർ? വായിച്ചു കഴിഞ്ഞായിരുന്നോ? The question ചോദിച്ചിരിക്കുന്നത് which one of the following statements best reflects the most rational, practical and immediate action required to ensure fair and equitable allocation of water to different stakeholders. ഇതിനകത്ത് റാഷണൽ, പ്രാക്ടിക്കൽ എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും വരും. അത് ഇംപ്ലിക്കേഷൻ ആണെങ്കിലും അസംപ്ഷൻ ആണെങ്കിലും ഒക്കെ ആഡ് ചെയ്യപ്പെടുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കേണ്ടത് ഇമ്മീഡിയറ്റ് ആക്ഷൻ റിക്വയർഡ് എന്നുള്ളതാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, ബട്ട് എ വെരി സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ, ബട്ട് നോട്ട് വെരി കോമൺ. ഇമ്മീഡിയറ്റ് ആക്ഷൻ, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരാൾ ഇവിടെ ബി പറഞ്ഞു. ഏതെങ്കിലും അതർ ഓപ്ഷൻസ്? എനി അതർ ഓപ്ഷൻസ്? എ. ഏത് ഓപ്ഷൻ തോന്നുന്നു? എ. എനിവൺ എൽസ്? ഏത് ആൻസർ തോന്നുന്നു? Specs. A. A.
റീസൺ പറയണം കേട്ടോ, എന്തുകൊണ്ടാ എ പറഞ്ഞത്. ബി പറയുന്നവരും റീസൺ പറയണം. ഓക്കെ, എ പറഞ്ഞാണ് സ്പെക്സ്. പേരെന്താ? ദേവിക. സബ്ജക്ട് ഏതായിരുന്നു? എഞ്ചിനീയറിംഗ്. ബിടെക്. എവിടെയാ പഠിച്ചത്? എന്തുകൊണ്ടാ എ പറഞ്ഞത്? നിങ്ങൾക്ക് എ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയണമെന്നും ഇല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ബിയും സിയും ഡിയും അല്ല എന്ന് പറഞ്ഞാലും മതി. കോംപ്രിഹെൻഷൻ ഏറ്റവും നല്ല രീതി അതാണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഇറ്റ് വർക്ക്സ് ലൈക്ക് ദാറ്റ്. ഗ്രേറ്റ്. അത് പ്രാക്ടിക്കലേ അല്ല, കുറെ ചലഞ്ചസ് ഉണ്ട്. Water channels between regions of water surplus and regions of water deficit should be created. Okay. Okay. ഇനി എ പറഞ്ഞവര് എന്തുകൊണ്ടാണ് എ ശരിയെന്ന് വിചാരിക്കുന്നതെന്ന് പറയും. പറഞ്ഞു. ഓക്കെ, പാസേജിൽ നിന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ പാസേജിലേക്ക് പോവുക. ട്രൈ ടു ഗിവ് മീ ആൻസേഴ്സ് ഫ്രം ദി പാസേജ്. Rather than focusing on just these keywords, try to give me your explanations based on the passage. So you can go back to the passage again. ഒരിക്കൽ കൂടി എല്ലാവരും സ്പീഡിൽ വളരെ പെട്ടെന്ന് പാസേജ് വായിക്കണേ. ഡൺ. സെക്കൻഡ് ടൈം എല്ലാവരും പാസേജ് വായിച്ചില്ലേ? സെക്കൻഡ് ടൈം പാസേജ് വായിക്കുമ്പോഴേക്കും ഇത്രയും സ്പീഡൊക്കെ ഉണ്ടാവുന്നതാണ് ഐഡിയ. അതിപ്പോ ഇന്നൊക്കെ ഇല്ലെങ്കിലും നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും യു വിൽ ഗെറ്റ് ദാറ്റ് ടൈം. ഇവിടെയുള്ള ദി ആൻസർ ആക്ച്വലി എ ആണ് കറക്റ്റ്. എന്തുകൊണ്ടായിരിക്കും എ കറക്റ്റ് എന്ന് ഇപ്പൊ തോന്നുന്നു? കൺവിൻസ്ഡ് ആയോ? പറഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ ബി ആണേലും സി ആണേലും ഡി ആണേലും ഇതൊന്നും തന്നെ അല്ലെങ്കിൽ അതൊരു ലോജിക്കൽ ആൻസറോ പ്രാക്ടിക്കൽ ആൻസറോ അല്ലല്ലോ എല്ലാ റിവേഴ്സിനെയും ലിങ്ക് ചെയ്യാന്നുള്ളത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അതിനെ പറ്റിയിട്ടൊന്നും ഒരു മെൻഷൻ തന്നെയും ചെയ്യുന്നില്ല. ആക്ച്വലി ഒരിക്കലും തെറ്റിക്കരുതാത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരാൻ പോകുന്നത് അസംഷൻസിലാണ്. അസംഷൻസിന് ഓൾമോസ്റ്റ് ഓൾ ദ അപ്പൊ നിങ്ങൾക്ക് 27 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 27 ട്രാക്ക് ചെയ്യാതെ വിചാരിക്കുകയോ വേണ്ട. അതിപ്പോ ഞാൻ ചെയ്താലും കിട്ടണമെന്നൊന്നുമില്ല. സോ ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു 24, 23 ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫെയർ ഇനഫ്, ഗുഡ് ഇനഫ്. എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റണമെന്നേ ഇല്ല. ഓൾസോ അസംഷൻസിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റുന്നത് വളരെ സ്വാഭാവികമാണ്. അപ്പൊ അത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പക്ഷെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് അധികം വരുന്നത് അസംഷൻസും ഇൻഫറൻസസും ഈ ക്രിട്ടിക്കൽ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ശരിയാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ 2023 തന്നെ UPSCയുടെ കീ വന്നിട്ടില്ല ഇതുവരെ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പക്ഷെ ഇപ്പോ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവരുടെ കീ ഒക്കെ ഇടും. അപ്പൊ അതിനകത്താണെങ്കിലും നിങ്ങൾ കുറെ ഡിസ്ക്രിപ്പൻസീസ് കാണും. ഇപ്പൊ വാദിറാമിന്റെ കീ ഒന്നായിരിക്കും, ഇൻസൈറ്റ്സിന്റെ കീ ഒന്നായിരിക്കും, ചില ക്വസ്റ്റ്യൻസിന്റെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ ടൈം അവർക്കും ഈ ഡിസ്ക്രിപ്പൻസി വരുന്നത് അസംഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിലായിരിക്കും. അപ്പൊ ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, ഇറ്റ്സ് ഓക്കെ. UPSCയുടെ ഒരു ലോജിക്ക് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ തന്നെയും ഓക്കെ അവരുടെ ആൻസർ കീ വന്നതിന് ശേഷമായിരിക്കും അവരെന്തായിരിക്കും ഇത് ശരി എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ തന്നെ ആലോചിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ ഇതൊരു 1-2 ക്വസ്റ്റ്യനിലേക്ക് വരാവൂ. മാക്സിമം ഒരു 3-4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അങ്ങനെ തെറ്റിക്കാൻ പാടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സീസാറ്റ് ഇംഗ്ലീഷ് മാത്രം ഇപ്പൊ ഇഫ് യു ആർ വെരി സ്ട്രോങ് ഇൻ മാത്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ തെറ്റിച്ചാലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ് ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് ഫോക്കസ് മോർ ഓൺ ദാറ്റ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ ഇംഗ്ലീഷ് ബിക്കംസ് ആക്ച്വലി നിങ്ങൾക്ക് ഈ കോംപ്രിഹെൻഷൻ സ്കിൽസ് ശരിക്കും ഉണ്ടാവുന്നത് ഏറ്റവും നന്നാവുന്നത് നിങ്ങളുടെ മെയിൻസ് എക്സാമിനാണ്, വിച്ച് ഈസ് എ മാൻഡേറ്ററി തിങ് ഫോർ ഓൾ ഓഫ് യു. നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ ഫോർ ദാറ്റ് നിങ്ങൾക്ക് ഒരു അനാലിസിസും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് വായിച്ചാലും ഇപ്പൊ നിങ്ങൾ പത്രം വായിക്കുമ്പോഴും യു ആർ സപ്പോസ് ടു നോ ദിസ് റൈറ്റ്.
എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ഓഥറിന്റെ ടോൺ, അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമല്ലോ. സോ ഫോർ ദാറ്റ് കോമ്പിനേഷൻസ് ഡെഫിനറ്റ്ലി പറഞ്ഞോ. അത് ഒരു എൻറ്റയർ പാസേജ് അല്ലേ, ഒരു എൻറ്റയർ പാസേജിൽ ഒരു ഒറ്റ ലൈൻ എടുത്തിട്ട് ഹൗ ഡു യു മേക്ക് ആൻ അസംഷൻ അബൌട്ട് ദി എൻറ്റയർ പാസേജ്, അല്ലെങ്കിൽ ഒരു എൻറ്റയർ പാസേജിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു ഒറ്റ സെന്റൻസ് മാത്രം വെച്ചിട്ട് ഒരിക്കലും, ഇത് വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ നിങ്ങൾ ഓവറോൾ പിക്ചറാണ് എപ്പോഴും വേണ്ടത്, സ്റ്റക്ക് ആവേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇംപ്ലൈഡ്. ഇത് നമുക്ക് കുറച്ചുകൂടി നോക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് തെറ്റ് വന്നാലും ഇറ്റ്സ് ഓക്കെ. Passage 2. Small passage, read pretty fast. എല്ലാവരും വായിച്ചോ ക്വസ്റ്റ്യൻ, അതിന്റെ പാസേജ് വായിച്ചു കഴിഞ്ഞോ? Okay. Which one of the following statements best reflects what is implied by the passage? Implied by എന്ന് പറയുന്നത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇംപ്ലിക്കേഷൻ എന്താണ്? ഓർക്കെ പറയും. ലൗഡർ. ഒരു ലോജിക്കൽ കോൺസിക്വൻസ്. ഗ്രേറ്റ്. ഗ്രേറ്റ്. അത് പക്ഷെ ഇപ്പൊ അസംഷൻ ആണെങ്കിലും ഇംപ്ലിക്കേഷൻ ആണെങ്കിലും എന്താണ് ഇൻഫറൻസ് ആണെങ്കിലും ഇതിന് മൂന്നിനും ഒരു ഇൻഡയറക്റ്റ് ഇത് തന്നെയാണ്. ഒന്നിലും നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവില്ല, എല്ലാം ഇംപ്ലിസിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ദ പാസേജ് ആണ്. അപ്പൊ അതൊരു കീ പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ലോജിക്കൽ കൺക്ലൂഷൻ യെസ്, ലോജിക്കൽ കോൺസിക്വൻസ് യെസ്. പിന്നെ ഏത് ഇംപ്ലിക്കേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് ഇത് ഏതാണ് അല്ലാത്ത ഓപ്ഷൻ. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് വർക്ക്സ്. എലിമിനേറ്റ് ദി ഓപ്ഷൻസ് വിച്ച് ആർ നോട്ട് ആപ്ലിക്കബിൾ ഫോർ യു. ഇംപ്ലിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മിക്കവാറും ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ. Which of the following statements best reflects what is implied by the passage? Education system must be strengthened in rural areas. ആണോ? ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? Not at all. Large scale and effective implementation of skill development program is the need of the other. Need of the hour. അതാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ പറഞ്ഞു കേട്ടോ, ഒരു കുഴപ്പമില്ല. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ബി ഒരു ഓപ്ഷൻ ആവാമെന്ന്? See, for economic development, health and nutrition of only skilled workers need special attention. Anyone? See, doubt തോന്നി. Okay. അപ്പൊ നിങ്ങളൊക്കെ ആൻസർ എന്താണ്? അപ്പോ സി വരെ അല്ലാത്തതുകൊണ്ട് മോസ്റ്റ് ഓഫ് യു തിങ്ക് ദാറ്റ് ബി ഈസ് ദി ആൻസർ. ഗ്രേറ്റ്. ഇനി സി ഡൗട്ട് തോന്നി എന്ന് പറഞ്ഞു. ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഓഫ് ഓൺലി സ്കിൽഡ് വർക്കേഴ്സ് നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ. ഇവിടെ ഇത് എപ്പോഴും ആപ്ലിക്കബിൾ ആവണമെന്നൊന്നുമില്ല. പക്ഷെ സ്ട്രോങ്ങർ വേർഡ്സ് ഉണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത് ആൻസർ ആവാൻ സാധ്യത കുറവാണ്, എസ്പെഷ്യലി ഫോർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ അസംപ്ഷൻസ് ആൻഡ് ഓൾ. പക്ഷെ എന്താണ് പാസേജിൽ പറയുന്നത്? ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഓഫ് ഓൺലി സ്കിൽഡ് വർക്കേഴ്സ് നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ. സ്കിൽഡ് വർക്കേഴ്സിന്റെ ഹെൽത്തും ന്യൂട്രീഷനും മാത്രം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റിന് അങ്ങനെയാണോ? സ്കിൽഡ് ലേബറേഴ്സിന്റെ അല്ലെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സിന്റെ ഹെൽത്തും ന്യൂട്രീഷനും മാത്രം നോക്കിയാൽ മതി എന്നുള്ളത് അല്ല. അത് നമ്മുടെ വ്യൂ പോയിന്റ് അതായതുകൊണ്ടല്ല, ഈ പാസേജ് അതല്ല പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പാസേജിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം എന്താണ് ഒരു ഇതാണ് അനീമിക് ആണ് മോസ്റ്റ് ഓഫ് ദി പോപ്പുലേഷൻ, മെൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും. പിന്നെ നിങ്ങൾ ഇത് വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പെർസെന്റേജസ് ഒന്നും നിങ്ങൾ അധികം ശ്രദ്ധ വയ്ക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഒന്നാമത്തെ ഡേറ്റാ ബേസ്ഡ് ആണ്, നിങ്ങൾക്ക് ഡേറ്റാ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഇഫ് അറ്റ് ഓൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ടു ദ പാസേജ്. അപ്പൊ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഡോണ്ട് ഗിവ് ടു മച്ച് ഇമ്പോർട്ടൻസ് ടു ദീസ് നിറ്റിഗ്രിറ്റീസ്.
എസ്പെഷ്യലി ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിന് നോ ഇമ്പോർട്ടൻസ് ഫോർ യുവർ കോമ്പിനേഷൻ. ജസ്റ്റ് ഐഡിയ മാത്രം മതി. അത് എന്താണ് അതുകൊണ്ട് 5 to 15% ലെസ് പ്രൊഡക്റ്റീവ് ദാൻ ദേ കുഡ് ബി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ട്യൂബർക്യുലോസിസ് ബർഡനെ പറ്റി പറയുന്നുണ്ട്. അത് കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന വർക്ക് ഡേയ്സിനെ പറ്റി പറയുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി ലൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഉള്ള ഒരു പ്രശ്നം മാത്രമല്ല, ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി ലൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ലോസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. It is becoming increasingly clear that on many measures of cognitive ability, malnourished Indian children perform 2 or 3 times worse than their adequately nourished peers. Malnourishment കാരണം ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി ഇഷ്യൂസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. For an economy that will be more dependent on highly skilled workers, this poses a significant challenge. ഈ ഇത് കാരണമായിരിക്കാം തേർഡ് ഓപ്ഷൻ സി ഓപ്ഷൻ ആവാമെന്ന് തോന്നിയിട്ടുണ്ടാവുക. And it is one that really should be addressed given India's demographic outlook. ഇവിടെ ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ ഹൈലി സ്കിൽഡ് വർക്കേഴ്സിന്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞു വരുന്നതെങ്കിലും ഇവിടെ ഈ ആൻസർ ഇതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി എൻകംപസിങ്, കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. സോ ഫോർ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് ആസ് എൻവിസേജ്ഡ് ബൈ us, attention should be paid to health and nutrition of the people. ഇവിടെ ഇത് ഒരിക്കലും വരില്ല. ഈ ഓൺലി എന്നൊക്കെ ഉള്ള വാക്കുണ്ടെങ്കിൽ മിക്കവാറും തന്നെ വരില്ല. എപ്പോഴും കുറച്ചുകൂടി ബ്രോഡർ ആയിട്ട് തന്നെ പാസേജസിനെ കാണാൻ ശ്രമിക്കുക. 1-2 ലൈൻസ് എടുത്തിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ജനറൽ സെൻസ് ഓഫ് ദ പാസേജ് ആണ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടേണ്ടത്. ഡോണ്ട് ഫോക്കസ് ഓൺ 1 or 2 sentences. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. Okay, ഇത് പോകുന്നതിന് മുന്നേ just go through the passage, go through the options. Most logical rational message conveyed by the author of the passage. Rational message എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത് മാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് മാത്രം നോക്കിയിട്ട് ഒരു കീവേഡ് പറഞ്ഞേ. Just go through 4 options and tell me 2 keywords. Maximum 2 keywords. Climate change. So passage minimum climate change in a better, you already have an idea. Go to the passage. Message conveyed. Why should work? See. Third question, any confusion? Message conveyed by the passage? Any doubts? എല്ലാവർക്കും see. Explanation ആവശ്യമില്ലല്ലോ. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 11 പോവാം. Okay. Question number 11. Which one of the following statements best reflects the crucial message conveyed by the author of the passage? Pinnacle message ആണ്. Okay. ഇതാണ് passage. Very small passage. Be very quick. Read within less than 1 minute. Go to options, tell me the answer. Okay, CM A തമ്മിൽ കൺഫ്യൂഷൻ. Fine, fair enough. കാരണം ഒട്ടുമിക്ക എല്ലാ ബാജിറാം, ഇൻസൈറ്റ്സ്, ദൃഷ്ടി ഇവർക്കൊക്കെ CA തമ്മിലാണ് കൺഫ്യൂഷൻ. അപ്പൊ നിന്റെ കൺഫ്യൂഷൻ ലെജിറ്റ് ആണ്, വിഷമിക്കണ്ട. പറഞ്ഞോ. See, this is an interesting question. നമുക്ക് ലോജിക്കലി നോക്കാം. ഞാൻ ഇതിനകത്ത് ഒരു ആൻസറാണ് വിചാരിക്കുന്നത്.
എന്തോ സി. സി. ഓക്കെ. സി അല്ല, സി എ വിചാരിക്കുന്ന എത്ര പേരുണ്ട്? സി എയും തമ്മിലല്ല കൺഫ്യൂഷൻ ഉള്ളൂ. വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ആർക്കെങ്കിലും തോന്നിയോ? നിങ്ങൾ ഒരാൾക്ക് തോന്നാത്തതുകൊണ്ട് പറയണ്ട കേട്ടോ. കോമൺ ആയിട്ട് ആരും പറയുന്നില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നിക്കൂടായികയൊന്നുമില്ല. എനിക്ക് ഏതാണ് തോന്നിയത്? എ. എ തോന്നിയ എത്ര പേരുണ്ട്? എ കുഡ് ബി ആൻ ആൻസർ എന്ന് നീ വിചാരിക്കുന്നു. നിങ്ങൾക്ക് സി. സി. ഓക്കെ. The emissions human put into atmosphere now will affect the climate in the middle of the century and onwards. Technological change, meanwhile, could make a future transition away from fossil fuel steam, or it might not, leaving the world with a terrible choice between sharply reducing emissions at huge cost or suffering through the effects of unabated warming. Businesses that do not hedge against the threat of uncertain outcomes fail. The world cannot afford such recklessness on climate change. Another most crucial message എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Businesses that cause emissions may need to close down or pay for pollution in future. ഇത് എന്തുകൊണ്ടാണ് ശരിയായിരിക്കും തോന്നിയത്? ഓക്കെ. ഇത് ഓൾറെഡി ഇതിൽ പറയുന്നതുകൊണ്ട്. ഓക്കെ. എ ആണ് വൈഡർന്നോ? സി. സി ആണ് കൂടുതൽ വൈഡർ. ഓക്കെ. ഇനി waiting to deal with carbon emissions until technology improves is not a wise strategy. സി ആണ്. ആക്ച്വലി ഇതിനകത്ത് ഇൻസൈറ്റ്സും ദൃഷ്ടിയും വാജിറാമും ഒക്കെ ഓരോ ആൻസേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ചിലർ എ പറഞ്ഞിട്ടുണ്ട്, ചിലർ സി പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഐ ഓൾസോ ഗോ വിത്ത് സി. കാരണം സി ആണ് കുറച്ചുകൂടി ഇതിനകത്ത് വൈഡർ പെർസ്പെക്റ്റീവ് കൊടുക്കുന്നത്. ക്രൂഷ്യൽ മെസ്സേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബിസിനസിനെ പറ്റിയിട്ട് ആകെ ഒരൊറ്റ ഇതാ വരുന്നത് ഈ ഒരു ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ പാസേജ്. അതുവരെ ഇറ്റ്സ് എ ജനറൽ പാസേജ് which talks about what? Climate change in general. Be more specific. കുറച്ചുകൂടി. എക്സാക്ട്ലി. ആ ഒരു ഐഡിയ ഇതിനകത്ത് വരുന്നുണ്ട്. ടെക്നോളജിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. The emissions first technological change meanwhile could make the future transition. ടെക്നോളജിക്കൽ ചേഞ്ചിനാണ് മാറ്റം കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. Leaving the world with a terrible choice. എന്താണ് ആ ടെറിബിൾ ചോയ്സ്? അല്ല, ടെറിബിൾ ചോയ്സ് എന്ന് അവിടെ പറയുന്നത് എന്താണ്? Leaving the world with a terrible choice between sharply reducing emissions at huge cost. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അത്രയും തന്നെ ഹ്യൂജ് കോസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സഫറിങ് ത്രൂ ദി ഇഫക്ട്സ് ഓഫ് ഈ ഇഷ്ടംപോലെ വാണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ വക വയ്ക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒന്നുകിൽ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഹ്യൂജ് കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിനെ എന്താണ് എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കേണ്ടി വരും. Businesses that do not hedge against the threat of uncertain outcomes fail. The world cannot afford such recklessness on climate change. ഈ ഒരു സെന്റൻസ് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എ ഓപ്ഷൻ ആവാമെന്ന് തോന്നുന്നത്. ബട്ട് എ ഓപ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി റെസ്ട്രിക്റ്റീവ് ഓപ്ഷൻ ആണ്. ബേസ്ഡ് ഓൺ ഒരു ഒന്നോ രണ്ടോ സെന്റൻസ് മാത്രമാവരുത് ഒരിക്കലും നിങ്ങൾക്ക് ഈ പാസേജിന്റെ മെസ്സേജ്, എസ്പെഷ്യലി ക്രൂഷ്യൽ മെസ്സേജ് ഒക്കെ ചോദിക്കുമ്പോഴേക്കും ഗോ ഫോർ എ വൈഡർ ആസ്പെക്ട്, വൈഡർ കോൺസെപ്റ്റ്. കുറച്ചുകൂടി എൻറ്റയർ പാസേജിനെ എൻകംപസ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം, which is also kind of interesting. നേരത്തെ ക്വസ്റ്റ്യൻ
Since future technological change is uncertain, the only solution is technological development related to issues of climate change. അത് നീ പറഞ്ഞ പോലെ കുറച്ചുകൂടി റെസ്ട്രിക്റ്റീവ് അല്ലേ? കാരണം അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന് അത്രയും ഹ്യൂജ് കോസ്റ്റ് ഉണ്ട്. Waiting to deal with carbon emissions until technology improves. മെസ്സേജ് എന്താണ് ഇതിനകത്ത് കൊടുക്കുന്നതെന്നുള്ളതാണ്. ആ ഇവിടെ എന്റെ പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ്? ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് മാത്രമാണ് സൊല്യൂഷൻ. ഓൾസോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ whenever they use strong words, it's unlikely. The only solution അത് മാത്രമാണോ ഒരു സൊല്യൂഷൻ? അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പാസേജിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമാണ് സൊല്യൂഷൻ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് നിങ്ങൾക്ക് ഇനി നോക്കേണ്ടത്. വേഗം ക്വസ്റ്റ്യൻ നോക്കുക. റാഷണൽ അസംഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. Go through the options. Tell me 2 keywords quickly. Environmental problems. Okay, fine. Environmental problems and health related ആണ്. അത്രയും പറഞ്ഞാൽ മതി. Quickly go through the passage. It's very small, just 2 lines. 3 lines. Assumption based questions ആണ്. നിങ്ങൾക്ക് തെറ്റാൻ സാധ്യത കൂടുതലുണ്ട്. സോ ആൻസർ തെറ്റിയാൽ കുഴപ്പമില്ല, നമുക്ക് വർക്ക് ചെയ്യാം. So I hope you have already read the passage. Go through the options, tell me the answer. Question number 12. A. ആർക്കൊക്കെ A ആണ് ആൻസർ എന്ന് തോന്നുന്നു? A. C. ഇനി ഏതാ? B. B. No. എയും സിയും തമ്മിലാണ് ഡൗട്ട്. ഓക്കെ, എല്ലാവർക്കും എയും സിയും തമ്മിലാണോ ഡൗട്ട്? Whole thinks that A is the answer. A. 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 C. ഇനി ഇതിനകത്ത് അസംഷൻ ആണ്. അസംഷൻ ആണെങ്കിലും ഈ പോയിന്റ് എന്താണ്? ഇംപ്ലിസിറ്റ് ആയിരിക്കും. എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ആയിരിക്കില്ല അസംഷൻസ്, ഇംപ്ലിസിറ്റ് ആയിരിക്കും. ദെൻ എ ആണ്. നോ, അസംഷൻസിനെ പറ്റി പറയും, ആൻസർ അല്ല നിങ്ങൾ. അസംഷൻസ് നിങ്ങൾ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ അസംഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുക? ഫസ്റ്റ് നിങ്ങൾക്ക് ഇംപ്ലിസിറ്റ് ആയിട്ടായിരിക്കും, എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും തന്നിട്ടുണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ടിപ്പ് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ? സമ്മറിയെക്കാളും ഒരു സമ്മറി എന്ന് പറയാൻ പറ്റില്ല. അസംഷൻസ് മേ ബി ചിലപ്പോൾ അഡീഷൻസും ആവാമല്ലോ. അത് കൂടുതൽ ഇംപ്ലിക്കേഷൻസും ഇൻഫറൻസസിലുമാണ് ഇംപ്ലിസിറ്റ് മീനിങ് വരുന്നത്. അസംഷൻസിൽ കൂടുതൽ എന്താണ്? ഈ മൂന്നിലും ഇൻഡയറക്റ്റ് ഐഡിയാണ്. അത് അസംഷൻ ആണെങ്കിലും ഇംപ്ലിക്കേഷൻ കുറച്ചുകൂടി ഒരു ഡയറക്റ്റ് ആണ്. കാരണം ഓൾറെഡി ഇംപ്ലിക്കേഷൻ എന്താണ്? ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല,
പക്ഷെ നമുക്ക് തന്നിട്ടുള്ള 5 സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഒരു പാസേജിനകത്ത് 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ 5 സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ലോജിക്കൽ കൺക്ലൂഷൻ ആണ് ഇൻഫറൻസ്, അല്ലെ? നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ആയിരിക്കില്ല എന്നേ ഉള്ളൂ, പക്ഷെ തന്നിരിക്കുന്ന 5 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഈസിലി എത്തപ്പെടാൻ പറ്റുന്ന ഒരു ലോജിക്കൽ റാഷണൽ കൺക്ലൂഷൻ ആയിരിക്കും ഇൻഫറൻസ്. അസംഷൻസ് കുറച്ചുകൂടി ബ്രോഡർ ആവാം, പിന്നെ അതൊരു കൺക്ലൂഷനോ സമ്മറിയോ ആവണമെന്നില്ല, ബട്ട് റാദർ മേ ബി ആൻ അഡീഷനും ആവാം. കുറച്ചുകൂടി ഒരു ബ്രോഡർ ഇൻഫറൻസ് ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ ചെയ്യുമ്പോൾ എനിക്കെങ്കിലും തോന്നി ഇതിനൊന്നും ഒരു ഹാർഡ് കോർ തിയറി ഒന്നുമില്ല. ഇപ്പൊ ഇതിന്റെ തിയറി ഒക്കെ പറയുന്ന പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഐ എം പ്രറ്റി ഷുവർ ഈ തിയറി വായിച്ചിട്ട് nobody will be able to, at least I do not know anyone personally who has scored good marks just by knowing the theory. ഇത് മോർ ദാൻ തിയറി കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ യു വിൽ ഓൾ ഡിവൈസ് യുവർ ഓൺ വേസ് ടു ക്രാക്ക് ദീസ് തിങ്സ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അസംഷൻസ് ആർ കമ്പയർഡ് ടു ഇൻഫറൻസസ്, അസംഷൻസ് കുറച്ചുകൂടി ബ്രോഡർ ആയിരിക്കും, കുറച്ചുകൂടി ഔട്ട് ഓഫ് ദ ബോക്സ് പോകാം. ഇൻഫറൻസസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നും പോകണ്ട. Just that it is not explicitly stated in the passage, but from all the statements given in the passage, it's quite easy for us to come to a conclusion. അതായിരിക്കും ആ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അസംഷൻസ് കുറച്ചുകൂടി ബ്രോഡർ ആണ്. അപ്പൊ ഇതിനകത്ത് അസംഷൻസ് ചോദിക്കുമ്പോൾ we are likely to spend more money on cure than prevention. Why? A പറഞ്ഞവർ എന്തുകൊണ്ട് A പറഞ്ഞു? ഉറക്കെ പറയണം, ഈ വെരി ലൗഡ്. We are likely to spend more money. Environment പ്രൊട്ടക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഹെൽത്തിന് okay, we'll go back to the passage. Environmental problems cause health problems. Substantial changes in lifestyle can reduce environmental or health problems. First sentence പറയുന്നത് വെച്ചിട്ട് ഓക്കെ, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഹെൽത്ത് പ്രോബ്ലംസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് മാത്രമാണോ ഹെൽത്ത് പ്രോബ്ലംസ് കൊണ്ടുവരുന്നത്? അങ്ങനെ പറയുന്നില്ല. സെക്കൻഡ് സെന്റൻസ് എന്താണ്? സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ. അത് ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് ആണ്. അത് നീഡ് നോട്ട് ഓൾവേസ് ബി ഡിപെൻഡന്റ് ഓൺ എൻവയോൺമെന്റ് അലോൺ, അല്ലേ? Substantial changes in lifestyle can reduce environmental or health problems. അവിടെ or ആണ്. But this idea appears almost impossible to adopt. With environmental problems, individual efforts can be perceived as having a negligible effect and therefore lead to inertia. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമല്ലേ, ഇപ്പൊ ഞാൻ മാത്രം ഇത് ചെയ്തിട്ട്, ഞാൻ മാത്രം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന കുറച്ചിട്ട് എന്ത് ചെയ്യാനാണ്, അല്ലെ? അതേ ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് പറയുന്നത്. With health, on the other hand, individual choices can make the difference between life and death. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാവുമായിരിക്കും, പക്ഷെ നിങ്ങൾ പാസേജ് വായിക്കുമ്പോൾ എപ്പോഴും ഓഥർ പറയുന്നത് എന്താണ്? നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ പക്ഷേ എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ ഒന്നും വലിയ ഫാക്ട്, നമ്മൾ കുറെ ശ്രദ്ധിച്ചാൽ നമുക്ക് കൺട്രോൾ ഉണ്ട്. എൻവയോൺമെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപക്ഷെ കൺട്രോൾ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ടെന്നാണ് ഈ ഓഥറിന്റെ അഭിപ്രായം. Individual choices can make the difference between life and death. Literally, അത് അത്രയും മൂന്നി പറയുമ്പോഴാണ് ലിറ്ററലി എന്ന് പറയുന്നത്. അതിനകത്ത് word by word, I believe in this, that if we take effort, we can take care of our health. We have control over our health, but we do not have control over the environment. എന്നിട്ട് എന്താ പറയുന്നത്? അപ്പൊ ഓഥറിന്റെ ഇതിനകത്തുള്ള ടോൺ എന്താണ്? നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് we have control, എന്നിട്ട് പോലും and yet എന്നിട്ടും barring a few, ചിലർ ഒഴികെ, there seems to be the same collective lethargy towards making their choices. lethargy എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിരസത. അതാണ് അത്. നമ്മള് എൻവയോൺമെന്റിന്റെ കാര്യത്തിൽ കാണിക്കുന്ന, ഞാൻ മാത്രം ഇപ്പൊ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന കുറച്ചിട്ട് എന്ത് ചെയ്യാനാണ്, അതേ ഒരു ഐഡിയ ആണ് നമ്മൾ ഹെൽത്തിന്റെ കാര്യത്തിലും ചെയ്യുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ഓഥർ ഇറ്റ് ഈസ് നോട്ട് ദ കേസ്. ഇഫ് യു ടേക്ക് എഫേർട്ട് യു ക്യാൻ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, വിച്ച് ഈസ് നോട്ട് ദ കേസ് വിത്ത് എൻവയോൺമെന്റ്. Which one of the following statements best implies the most rational assumption that can be made from the passage? We are likely to spend more money on cure than prevention. അതാണെന്നാണോ? Health can be protected even if environmental problems go on unattended. I actually go with C option. പക്ഷേ A ഡൗട്ട് തോന്നുന്നത് ലെജിറ്റ് ആണ്.
പക്ഷെ ഇവിടെ എനിക്ക് കൂടുതൽ ഇതാണെന്ന് തോന്നുന്നത്, ഇത് നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് അസംഷനിൽ എത്താം. ആക്ച്വലി ഇത് കുറച്ചുകൂടി ഫാർ ഫെച്ച്ഡ് അല്ലേ? എ ഈസ് മച്ച് മോർ ഫാർ ഫെച്ച്ഡ് ദാൻ സി. സി കുറച്ചുകൂടി നമുക്ക് പാസേജിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ആ ഒരു ഓപ്ഷൻ ഉള്ള സ്ഥിതിക്ക് ഐ തിങ്ക് യു ക്യാൻ ഗോ വിത്ത് ആൻസർ സി. പിന്നെ വി ആർ ലൈക്ലി ടു സ്പെൻഡ് മോർ മണി ഓൺ ക്യൂർ ദാൻ പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയക്കാളും ഓവർ ആർച്ചിങ് ഐഡിയ ഇവിടെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് അൺഅറ്റൻഡഡ് ആയി പോയാൽ പോലും ഹെൽത്ത് നമുക്ക് നമ്മുടെ എഫേർട്ട് വെച്ച് പ്രൊട്ടക്റ്റഡ് ആവും. Question number 13 is easy, 21 is easy. Let's go to question number 22. കൺഫ്യൂസിംഗ് ആയി തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോവാം ആസ് ഓഫ് നൗ. Okay, you can read question number 22. First, you can go to the options. Tell me 2 keywords fast. It's about corporate governance. Very small paragraph, read fast. Done? 22. Options. Here they are asking for logical inference. Inferences നമ്മൾ എന്താ പറഞ്ഞത്? ഡയറക്ട്ലി നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ആവില്ലെന്നേ ഉള്ളൂ, പക്ഷേ easier for us to conclude from the statements given. So what is the logical inference from the passage given above? Okay, ഇവിടെ നിങ്ങൾ ഏത് ഓപ്ഷനൊക്കെ എന്തായാലും ആവില്ല എന്ന് പറയും? D for dog. Good corporate governance paves the way for robust supply chains. Out. Next. International capital markets ensure that firms maintain good corporate governance. അത് എന്തായാലും ആവില്ല എന്നാണ് പറഞ്ഞത്. സി ആവോ ആവില്ലേ? സി ആവാം എന്ന് തോന്നുന്നവരുണ്ട്. ഓക്കെ, എ ആവോ ആവില്ലേ? It is important agenda. It is an important agenda of the countries around the world to ensure access to good external financing. Inference ആണ്, assumption അല്ല. So assumptionsനെക്കാളും റെസ്ട്രിക്റ്റീവ് ആണ് ഇൻഫറൻസ്. നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ഈസിലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ ബി ഓപ്ഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? ബി ഓപ്ഷനെ പറ്റിയുള്ള അഭിപ്രായം? ഏതാണ് ഓപ്ഷൻ? ഏതായിരിക്കും ടിക്ക് ചെയ്യുക? ബി. അതാണ് അഭിപ്രായം. നീ ആണെങ്കിൽ എന്ത് കുത്തും എക്സാമിന്? അങ്ങനെ ആരെങ്കിലും ഡി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഡി പോയ സ്ഥിതിക്ക് ബി. ഓക്കെ, ഇനി ഓക്കെ, എ ബി സിയിൽ കൂടുതൽ ചാൻസ് ബി. ഇതിനകത്ത് സിക്ക് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. നമുക്ക് റൈറ്റ് ആൻസർ പിന്നെ നോക്കാം. നമുക്ക് ആദ്യം ഇത് ചെയ്യാൻ പഠിക്കാം, എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കാം. ഏത്? എക്സാക്ട്ലി എക്സാക്ട്ലി. ഇനി അതെ, എയെ പറ്റി
പറ്റിയിട്ടുള്ളയോ? ഇതേപോലെ ഒരു എക്സ്പ്ലനേഷൻ എക്ക് കൊടുക്കും. Say whether it is partially correct, fully correct, or what went wrong in A. അതെ, നിങ്ങളുടെ എക്സ്പ്ലനേഷൻസ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. എയുടെ സിയുടെ എക്സ്പ്ലനേഷൻ ശരിയാണ്, അത് പാർഷ്യലി കറക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് എന്നാലും ജസ്റ്റ് ഒരിക്കൽ കൂടി പോവാം. Good corporate governance structures encourage companies to provide accountability and control. A fundamental reason why corporate governance has moved on to economic and political agenda worldwide has been the rapid growth in international capital markets. ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് അറിയാലോ അല്ലേ? റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇനി ഓക്കെ, ഇവിടെ വരുന്ന ഒരു കീവേഡ് ആണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ്. ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു റെഫറൻസ് പാസേജിലും ഉണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. എ ഫണ്ടമെന്റൽ റീസൺ വൈ കോർപ്പറേറ്റ് ഗവർണൻസ് ഹാസ് മൂവ്ഡ് ഓൺ ടു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അജണ്ട worldwide has been the rapid growth in international capital markets. International capital markets in the rapid growth worldwide ഉണ്ടായത് എന്താണ്? അതാണ് ഒരു ഫണ്ടമെന്റൽ റീസൺ ഈ കോർപ്പറേറ്റ് ഗവർണൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരാൻ. അതാണല്ലോ. Effective corporate governance enhances access to external financing by firms. External financingനെ പറ്റിയിട്ടും ഇവിടെ പറയുന്നുണ്ട്. അതാണ് ഓവർ എ ഓപ്ഷൻ. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് പാർഷ്യലി പാസേജിൽ റെഫറൻസ് വരുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരു എൻറ്റയർ പാസേജിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഒന്നോ രണ്ടോ ലൈനിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്നതാവരുത്. അല്ലെങ്കിൽ എൻറ്റയർ സെൻസ് ഓഫ് ദി പാസേജ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. Investors look to place their funds. Okay, effective corporate governance enhances access to external financing by firms, leading to greater investment, higher growth and employment. Investors look to place their funds where the standards of disclosure, of timely and accurate financial reporting, and of equal treatment to all stakeholders are met. The second option ആണെങ്കിൽ good corporate governance improves the credibility of the firms. ശരിക്കും അതല്ലേ ഇവിടെ കുറച്ചുകൂടി ഓൾ എൻകംപസിംഗ് ഒരു ഓപ്ഷൻ അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും അതിൽ പോകണം. ഈ പറഞ്ഞ പോലെ എയും സിയും പാർഷ്യലി കറക്റ്റ് ആണെന്ന് തോന്നാം. പക്ഷെ എയെക്കാളും നമുക്ക് കറക്റ്റ് ആണെന്ന് തോന്നാൻ സാധ്യതയുള്ളത് സി ആണ്. പക്ഷെ ഈ ഇത്രയും ഓപ്ഷൻസില് ഈവൻ ഐ ഗോ വിത്ത് ആൻസർ ബി. ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ 33. Question number 33. Okay, നമ്മൾ പാസേജ് ഇത് അസംപ്ഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 33. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞോ? സോറി, പാസേജ് വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, പാസേജ് എല്ലാവരും വായിച്ചല്ലോ അല്ലേ? ഇനി ഓപ്ഷൻസ് നോക്കുക. ടെൽ മീ ദി ആൻസർ. ബി ആണ് ആൻസർ. 2 only ആണ് ആൻസർ. ഓക്കെ, എനിവൺ എൽസ്? D, neither 1 nor 2. Anyone else? D. D. 0. Okay. Fair enough. D. Assumption ആണ്. വായിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ കീവേഡ്സും ഒന്ന് ശ്രദ്ധിക്കണം. അതെ, ഓക്കെ. അസംപ്ഷൻസിനകത്ത് കൺസിഡർ ഓക്കെ, കീവേഡ്സ് ശ്രദ്ധിക്കാം. പേരെന്താ? ഗൂഗിൾ. ഗൂഗിൾ
ബുക്കിലാണെങ്കിൽ എക്സാം ഹോളിലാണെങ്കിൽ ഏത് ടിക്ക് ഇനി ഇതിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് എല്ലാവരും പറഞ്ഞത്, ഐദർ ബി അല്ലെങ്കിൽ ബി ബോയ്. ഇതിനകത്ത് എന്തുകൊണ്ട് ഇവൻ ഐ ഗോ വിത്ത് ഡി നൈദർ വൺ നോർ ടു. ഇനി നമുക്ക് പാസേജസിൽ പോയാൽ മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓപ്ഷൻസ് ഒന്ന് ഓർത്ത് വെക്കണേ. ഫസ്റ്റ് ഓപ്ഷൻ ഓർഗാനിക് ഫാമിംഗ് ഈസ് ഇൻഹറന്റ്ലി അൺസേഫ് ഫോർ ബോത്ത് ഫാമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അതെന്തായാലും നമുക്ക് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇൻഹറന്റ്ലി അൺസേഫ് എന്നുള്ളൊരു കാര്യം പറയുന്നേ ഇല്ല. ഇൻഹറന്റ്ലി സേഫ് അല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇൻഹറന്റ്ലി അൺസേഫ് ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. സെക്കൻഡ് വൺ ഈസ് ഫാമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് നീഡ് ടു ബി എഡ്യൂക്കേറ്റഡ് അബൌട്ട് ഇക്കോ ഫ്രണ്ട്ലി ഫുഡ്. ബേസിക്കലി ഫാർമേഴ്സ് എഡ്യൂക്കേറ്റഡ് ആവണം എന്നുള്ളതിനെ പറ്റി they need to be more aware about these things. എന്തെവിടെ ഉപയോഗിക്കണം, ഹൗ ടു യൂസ് ഇറ്റ്, ഇതിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആവണം എന്നുള്ള കാര്യവും പാസേജിൽ പറയുന്നുണ്ട്. സോ ഇതൊരു ലെജിറ്റ് ഡൗട്ട് ആണ്. We'll go back to the passage. Okay, there is a claim that organic farming is inherently safer and healthier. The reality is that because the organic farming industry is still young and not well regulated in India, farmers and consumers alike are not only confused about what products are best for them, but sometimes use products in ways that could harm them as well. ഇവിടെ സംടൈംസ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എപ്പോഴും അല്ല. അതുകൊണ്ട് തന്നെ അത് ഇൻഹറന്റ്ലി തെറ്റാണെന്നുള്ള കാര്യം വരുന്നില്ല. ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും ഔട്ടാണ്, കാരണം ഇൻഹറന്റ്ലി അൺസേഫ് ആണെന്ന് അവർ പറയുന്നില്ല. ഇൻഹറന്റ്ലി സേഫ് ആണെന്നുള്ള ക്ലെയിം തെറ്റാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഇവിടെ എന്താണ്, ഇതെല്ലാം obvious ആയിട്ടും അല്ല പറയുന്നത്. They are confused about what products are best for them, but sometimes they use products in ways that could even harm them. അങ്ങനെയും വരാറുണ്ട്. For example, since organic fertilizers are difficult to obtain on a large scale in India, farmers often use farmyard manure, which may contain toxic chemicals and heavy metals. Certain plant sprays such as datura, flower and leaf spray have an element called atropine. If it is not applied in the right dose, it can act on the nervous system of the consumer. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് അത് എഴുതിയേക്കണെന്ന് നോക്കാം. ലീവ് ദി കോംപ്രിഹെൻഷൻ പാർട്ട്. നിങ്ങൾ ഒരു എസ്സേ എഴുതുകയാണെങ്കിലും ദിസ് ഈസ് ഹൗ യു ആർ എക്സ്പെക്ടഡ് ടു റൈറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, there is a claim. നിങ്ങളൊരു കോണ്ടെക്സ്റ്റ്, നിങ്ങളൊരു പാരഗ്രാഫ് എഴുതാൻ പോവുകയാണ്. നിങ്ങളുടെ ഒരു എസ്സേക്കോ എവിടെ എഴുതാനാണെങ്കിലും, ഈവൻ സിവിൽ സർവീസിന്റെ ഒരു എസ്സേക്ക് എഴുതാനാണെങ്കിലും, യു കാൻ ഡയറക്ട്ലി ജംപ് ടു a thesis statement. It is always good to come up with a context. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ക്ലെയിം നിലനിൽക്കുന്നുണ്ട്. What is the claim? That organic farming is inherently safer. പക്ഷേ you as an author is going to, what are you going to do that? You are going to criticize that statement. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് നിങ്ങൾക്ക് പറയേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ ഒരു കോണ്ടെക്സ്റ്റ്, അപ്പൊ ഈ ഒരു എൻറ്റയർ പാര എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ദി കോണ്ടെക്സ്റ്റ്. ഫസ്റ്റ് ലൈൻ യു ആർ ഗിവിംഗ് ദ കോണ്ടെക്സ്റ്റ്. ഇങ്ങനെ ഒരു ക്ലെയിം നിലനിൽക്കുന്നു. ഇവിടെ നിങ്ങൾ ബട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. നിങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കാൻ പോകുന്നത്. ദ റിയാലിറ്റി ഈസ് ദാറ്റ് because the organic farming industry is still young and not well regulated in India. അത് ഇൻഹറന്റ്ലി തെറ്റായത് ഓർഗാനിക് ഫാമിംഗ് കൊള്ളില്ല അല്ലെങ്കിൽ അൺസേഫും അൺഹെൽത്തിയറും ആണെന്നല്ല, ഇതിന്റെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ്? ഇത് കോംപ്രിഹെൻഷൻ ആയിട്ടില്ല. ജനറലി നിങ്ങളൊരു എസ്സേ എഴുതുമ്പോഴോ എന്താണെങ്കിലും whenever you write something, നിങ്ങൾക്ക് അതിനകത്തൊരു ഫ്ലോ ഉണ്ടാവണം. ആൻഡ് ഹൗ ഡു യു മേക്ക് ദ ഫ്ലോ? ഫസ്റ്റ് എപ്പോഴും ഇതാണ് പാറ്റേൺ ഒന്നും അല്ല, പക്ഷെ ട്രൈ ടു കം അപ്പ് വിത്ത് എ കോണ്ടെക്സ്റ്റ്, ദെൻ ഗിവ് യുവർ thesis statement. thesis statement എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റ് ആണ് റിയാലിറ്റി ഈസ് ഡിഫറെന്റ് എന്നുള്ളതാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ്. ഓർഗാനിക് ഫാമിംഗ് ഇൻഡസ്ട്രി ഈ പറയും പോലെ എപ്പോഴും ദി മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് ഓപ്ഷൻ ഒന്നും അല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദീസ് ലിമിറ്റേഷൻസ്. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ്? ഈ ഇൻഡസ്ട്രി, ഓർഗാനിക് ഫാമിംഗ് ഇൻഡസ്ട്രി വളരെ യങ് ആണ്, അധികം വർഷമായിട്ടില്ല. സോ അധികം റിസർച്ച് നടന്നിട്ടില്ല. ആൻഡ് നോട്ട് വെരി വെൽ റെഗുലേറ്റഡ് അല്ല, ഈ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാഹചര്യത്തിൽ. അതുകൊണ്ട് എന്താണ്, ഫാർമേഴ്സും കൺസ്യൂമേഴ്സും രണ്ടുപേർക്കും കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് അബൌട്ട് വാട്ട്, എന്ത് പ്രോഡക്ട്സ് ആണ് അവർക്ക് ഏറ്റവും നല്ലതെന്നുള്ളതിനെ പറ്റിയിട്ട്. ആൻഡ് സംടൈംസ് ടു ദി എക്സ്റ്റെന്റ് ദാറ്റ് അവർക്ക് ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിൽ വരെ ഈ സാധനങ്ങൾ ഉപയോഗിക്കപ്പെടാറുണ്ട്. ബിക്കോസ് ഓഫ് ദർ അത്രയും അവെയർ അല്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഇതാണ് ശരിക്കും നിങ്ങളുടെയും ഒരു essay passage വരേണ്ടത്. ഫസ്റ്റ് യു ഗിവ് ദി കോണ്ടെക്സ്റ്റ്, then you state what you want to tell. That is your key argument. Argument വെറുതെ പറഞ്ഞാൽ പോരാ. Then you will have to substantiate. Then how do you substantiate? Either you give an example
or you give statistics or some data to prove your point. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് rather than giving statistics, he has used an example. ആ എക്സാമ്പിൾ ആണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യം പറയുന്നത്. അതിന് തന്നെ ഒരു സ്പെസിഫിക് ആ ഒരു ഇവിടെ എന്താണ്, ഫോർ എക്സാമ്പിൾ, സിൻസ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആർ ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ഓൺ എ ലാർജ് സ്കെയിൽ ഇൻ ഇന്ത്യ, ഫാർമേഴ്സ് ഓഫൻ യൂസ് ഫാം യാർഡ് മാനുവർ. അപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ ആണ് അവർ പറയുന്നത് എന്തുകൊണ്ട് ഓർഗാനിക് ഫാമിംഗ് ഇവിടെ റെഗുലേറ്റഡ് അല്ല അല്ലെങ്കിൽ പ്രോപ്പർലി റിസർച്ച്ഡ് അല്ല എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇനി ആ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിനും കുറച്ചുകൂടെ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ കൊടുക്കുകയാണ്. ദിസ് ഈസ് ഹൗ യു ആർ ഓൾസോ എക്സ്പെക്ടഡ് ടു റൈറ്റ്. You give a statement, then you substantiate your point as far as possible. Maybe you can give statistics or you could give examples or എന്താണെങ്കിലും അതിന് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവണം എഴുതുമ്പോൾ. Then he is coming up with a particular example to prove his point about using manure. അതിനാണ് ഈ എക്സാമ്പിൾ പറയുന്നത് ലീഫ് സ്പ്രേ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ ഫാക്ച്വൽ കാര്യങ്ങളിലേക്ക് പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് ആണ്, അപ്പൊ അത് വളരെ ഓപ്പൺ എൻഡഡ് ആണ്. ദെൻ യുവർ തീസിസ് സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടി നിങ്ങൾ അതിനെ എന്താണ് കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആക്കുകയാണ്. ആൻഡ് എക്സാമ്പിൾസ് വരുമ്പോഴേക്കും യു കം അപ്പ് വിത്ത് മോർ സ്പെസിഫിക് ഇൻഫർമേഷൻ. ഇവിടെയും സ്പെസിഫിക് ഫാക്ട് ബേസ്ഡ് ഇൻഫർമേഷനിലേക്ക് വന്നു. ഇങ്ങനെ ഒരു ഇലമെന്റ് ഉണ്ട്, ഈ ഇലമെന്റിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. വെൻ ഇറ്റ് ഈസ് നോട്ട് അപ്ലൈഡ് ഇൻ ദ റൈറ്റ് ഡോസ്, ഇറ്റ് ക്യാൻ ആക്ട് ഓൺ ദ നെർവസ് സിസ്റ്റം ഓഫ് ദി കൺസ്യൂമർ. Unfortunately, how much and when to use it are not well researched or these are not regulated issues in India. ഇനി നമ്മൾ again we'll go back. Organic farming is inherently unsafe, that's out of question. Then farmers and consumers need to be educated about eco-friendly food. അപ്പൊ ഈ നമ്മൾ ഇത്രയും വായിച്ചതനുസരിച്ചിട്ട് നിങ്ങൾക്ക് 2 is correct എന്ന് തോന്നുന്നത്, is a correct assumption എന്ന് തോന്നുന്നത് ലെജിറ്റ് ആണ്. പക്ഷെ ഇത് ആൻസർ ആയി വരില്ല എന്ന് ഞാൻ പറയുന്നത്. ദേ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓർഗാനിക് ഫാമിംഗ് ഹിയർ. ഇക്കോ ഫ്രണ്ട്ലി ഫുഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് തമ്മിൽ 2 വ്യത്യാസമുണ്ട്. എന്തായിരിക്കും? എക്സാക്ട്ലി, ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ്. പക്ഷെ ഇക്കോ ഫ്രണ്ട്ലി ഫുഡ് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഫാമിംഗ് മാത്രമല്ലല്ലോ വരുന്നത്. ഫാമിംഗ് സ്റ്റേജ് വരുന്നുണ്ട്, പ്രൊഡക്ഷൻ സ്റ്റേജ് വരുന്നുണ്ട്, പ്രോസസിംഗ് സ്റ്റേജ് വരുന്നുണ്ട്, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, പാക്കിംഗ്. അപ്പൊ നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ഫുഡ് എന്ന് പറയുമ്പോഴേക്കും ഇൻക്ലൂഡിങ് ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ ഇങ്ങനെയുള്ള ഓർഗാനിക് ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതിന്റെ പ്രോസസിംഗ് സ്റ്റേജിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ കാര്യങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സിന്റെ കാര്യത്തിലുള്ള കാര്യം വരുന്നുണ്ട്. ദെൻ കംസ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പാക്കേജിങ്. ഇതെല്ലാം ഇക്കോ ഫ്രണ്ട്ലി ആവണം, അപ്പോഴേ ഇക്കോ ഫ്രണ്ട്ലി ഫുഡ് ആവുള്ളൂ. പക്ഷെ നമ്മുടെ പാരഗ്രാഫ് ഈസ് നോട്ട് അബൌട്ട് ദാറ്റ്. പാസേജിന് അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ടോക്കിംഗ് അബൌട്ട് ഓർഗാനിക് ഫാമിംഗ്. അതിനെ റിവോൾവ് ചെയ്താണ് നിൽക്കുന്നത്. അതിനേക്കാളും എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് 2 ഓപ്ഷൻ പറ്റാത്തത്. പക്ഷെ ഇവിടെ എക്കോ ഫ്രണ്ട്ലി ഫുഡ് അല്ല, പകരം ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നുവെങ്കിൽ ആ അസംഷൻ ഓക്കെ ആയിരിക്കാം. സോ ഇവിടെ കൂടുതൽ കറക്റ്റ് നൈദർ 1 or 2 ആണെന്നാണ് എന്റെ. ഈവൻ ഐ വുഡ് ഹാവ് gone for this B option. Let's go to question number 35. ഇതും അസംഷൻസ് ആണ്. കൂടുതലും അസംഷൻസ് ക്വസ്റ്റ്യൻ പോകുന്നത് because chances of getting wrong answers are more in this. Okay. Let's do this. Okay, go through the passage, go through the 4 options. Tell me 2 keywords. ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? Okay, go back to passage. ഇതും ചെറുതാണ്. റീഡ് വെരി ഫാസ്റ്റ്. ഇപ്പൊ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ആയില്ലേ, വളരെ ഫാസ്റ്റ് ആയി വായിക്കും.
ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഒരു പാരഗ്രാഫിൽ ഉണ്ടാവുന്നുണ്ടോ? നെക്സ്റ്റ് പാരഗ്രാഫ് എഴുതുമ്പോൾ അതൊരു കണക്ഷൻ ആയിരിക്കണം. എഗെയിൻ ദ സെയിം തിങ്. അപ്പൊ നിങ്ങൾ എന്തൊരു എഴുതിയാലും, നിങ്ങളൊരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിലും ഇത് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് GS2, GS1, GS2, GS3 അതിനൊന്നും ഇത് വേണ്ട, കാരണം നിങ്ങൾ കൂടുതൽ പോയിന്റേഴ്സ് ആയിട്ടായിരിക്കും എഴുതുക. ബട്ട് വെൻ യു റൈറ്റ് എസ്സേസ് ആൻഡ് ഓൾ, ഇതായിരിക്കണം നിങ്ങൾ. യു ഗിവ് എ കോണ്ടെക്സ്റ്റ്, then you give your thesis statement. എപ്പോഴും ഇതാവണമെന്നില്ല. You can also start with a thesis statement. ചിലപ്പോൾ ഇപ്പോൾ കോണ്ടെക്സ്റ്റ് അത്രയും നിർബന്ധമില്ലെങ്കിൽ you can start with a thesis statement. But ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു പാരഗ്രാഫിൽ ഉണ്ടാവണം. That gives you a better writing. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട്, ഞാൻ എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് എഴുതുക, ഒരു പാരഗ്രാഫിൽ എന്തൊക്കെ വരണം, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുക. പാരഗ്രാഫ് ഡിവിഷൻ എവിടെ ഉണ്ടാവണം? ഒരു പാരഗ്രാഫിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഏതൊരു പാരഗ്രാഫിനും ഷുഡ് ഹാവ് എ കീ ആർഗ്യുമെന്റ്. കീ ആർഗ്യുമെന്റ് ആണ് ബേസിക്കലി തീസിസ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കീ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസ് കൊടുക്കുക. അത് ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു കീ ആർഗ്യുമെന്റിന് ഒരു ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു ടേം വരുന്നുണ്ട് വിച്ച് നീഡ്സ് എക്സ്പ്ലനേഷൻ. then you explain that. then you give an example. അതിപ്പോ എത്തിക്സ് പേപ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കില്ല കൊടുക്കാനുള്ളത്, അല്ലാതെ ഒരു എക്സാമ്പിൾ ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. മേ ബി ഫ്രം മിഥോളജി ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതെന്തുവാ എവിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ എക്സാമ്പിൾസ്, ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ്, കേസ് സ്റ്റഡീസ്, ഇത് എവിഡൻസ് ആണ്. എവിഡൻസ് കുഡ് ബി ഫ്രം എനിത്തിങ്, ഡിപെൻഡിങ് ഓൺ ദ സബ്ജക്ട് ദാറ്റ് യു ആർ റൈറ്റിംഗ്, ഡിപെൻഡിങ് ഓൺ ദി മാറ്റർ ദാറ്റ് യു ആർ റൈറ്റിംഗ്. ഇത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ യു വിൽ ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ് യുവർ പോയിന്റ്സ് വിത്ത് ഐദർ ഓഫ് ദീസ്. ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം ലോങ് പാസേജസ് റൈറ്റിംഗ്സ് അല്ല, ജസ്റ്റ് 1 or 2 ലൈൻസ് ഇതിലെല്ലാം എടുക്കുള്ളൂ. തീസിസ് സ്റ്റേറ്റ്മെന്റ്സ് മോസ്റ്റ് പ്രോബബ്ലി ബി one single line, one single sentence, but strong sentence. ഈ ഡേറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സാമ്പിൾ അതൊക്കെ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ 2 or 3 lines. ഇപ്പൊ ഒരു ലൈനിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ 2 or 3 lines. Then an explanation or an interpretation or a conclusion, that will also be maximum 2 lines. ഇതായിരിക്കണം എന്ത് എഴുതിയാലും നിങ്ങളുടെ ഒരു സ്ട്രക്ചർ ഓഫ് എ പാരഗ്രാഫ്. Then if you are going to the next paragraph, ഇതിനൊരു കണക്ഷൻ ഉണ്ടാവണം. നെക്സ്റ്റ് പാരഗ്രാഫിന് മേ ബി അഗെയിൻ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ ആയിരിക്കും. അടുത്ത പാരഗ്രാഫ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് ആയിരിക്കില്ല എഴുതേണ്ടി വരിക, ബട്ട് എ കണക്ഷൻ ആയിരിക്കും. കണക്റ്റഡ് അഗെയിൻ എ തീസിസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ തീസിസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഏറ്റവും വലിയ ആർഗ്യുമെന്റ് ആയിട്ട് വിചാരിക്കട്ടോ. ഒരു വലിയൊരു ആർഗ്യുമെന്റ് ഉണ്ടാവും നിങ്ങളൊരു എസ്സേ എഴുതുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു 2 ആർഗ്യുമെന്റ് ഉണ്ടാവും. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ ചെറിയ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുമല്ലോ. അതാണ് നമ്മൾ ഈ ഓരോ പാരഗ്രാഫിലും എഴുതാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ഓരോ ചെറിയ ആർഗ്യുമെന്റ്സിന് പോലും നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് എങ്കിലും വേണം. ഓക്കെ, സോറി. ഇത് വായിച്ചല്ലോ അല്ലെ? ഫുഡ് കൺസംഷൻ പാറ്റേൺസ് എന്ത് തോന്നുന്നു? 35 അസംഷൻ ആണ്. So wider ആവാം. Keeping that in mind, what will be your answer for 35? 35 C. C means 3 and 4 only. 3 and 4 also. You have to explain why. Okay, let me read this again. Assumption ആണ്. Food consumption patterns have changed substantially in India over the past few decades. This has resulted in disappearance of many nutritious food items such as millets. While food grain production has increased over 5 times since independence, it has not sufficiently addressed the issue of malnutrition. For long, the agriculture sector focused on increasing food production, particularly staples, which led to lower production and consumption of indigenous traditional crops or grains, fruits and other vegetables, impacting food and nutrition security in the process. Further, intensive monoculture agriculture practices can perpetuate the food and nutrition security problem by degrading the quality of land, water and food delivered through them. Okay? Based on the above passage, the following assumptions have been made. ഇതിനകത്ത് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ആദ്യം നോക്കാം.
To implement the sustainable development goals and to achieve zero hunger goal, monoculture agriculture practices are inevitable even if they do not address malnutrition. അത് സ്ട്രൈക്ക് ഓഫ് ചെയ്യാവോ പറ്റിയേ? ഏ ഓപ്ഷൻ പോസിബിൾ ആണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലല്ലോ. ഏ ഓപ്ഷൻ ആവാമെന്ന് തോന്നുന്നുണ്ടോ അസംഷനില്? എന്തായാലും പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് വളരെ സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻഎവിറ്റബിൾ എന്ന് വെച്ചാൽ പറ്റുകയില്ല എന്നാ പറയുന്നത്. SDG സീറോ ഹങ്കർ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ മോണോകൾച്ചർ ഉണ്ടായേ പറ്റുള്ളൂ. മോണോകൾച്ചർ മാറ്റി നിർത്തി പറ്റില്ല. ഇൻഎവിറ്റബിൾ പറ്റില്ല. ഈവൻ ഇഫ് ദേ ഡു നോട്ട് അഡ്രസ് മാൽന്യൂട്രീഷൻ അഡ്രസ് ചെയ്തില്ലെങ്കിൽ പോലും മോണോകൾച്ചർ നിർബന്ധമായിട്ടും വേണം ടു അച്ചീവ് സീറോ ഹങ്കർ ഗോൾ എന്നാണ് പറയുന്നത്. SDGയുടെ ആക്ച്വൽ ഗോൾ സീറോ ഹങ്കർ ആണെങ്കിലും ഹങ്കർ മാൽന്യൂട്രീഷനും പറ്റില്ല എന്നുള്ളതാണല്ലോ. സോ ഇറ്റ് ഡസന്റ് വർക്ക്. ഇൻഎവിറ്റബിൾ അല്ല ആക്ച്വലി. മോണോകൾച്ചർ എന്ന് പറയുന്നത് മോണോകൾച്ചർ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഒരു ഇൻഎവിറ്റബിൾ കാര്യമല്ല. സോ യു ക്യാൻ സ്ട്രൈക്ക് ദാറ്റ് ഓഫ്. Dependence on a few crops has negative consequences for human health and the ecosystem. ഈ ഓപ്ഷൻ അസംഷൻ ആവാമോ? ആവില്ലേ? ആവാം. കാരണം അതൊരു ബ്രോഡർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിപെൻഡൻസ് ഓൺ ഫ്യൂവർ ക്രോപ്സ്, അതാണ് ആ പാസേജിൽ ഉടനീളം പറയുന്നത്. ഇറ്റ് ഹാസ് ഇഫക്റ്റീവ് കോൺസിക്വൻസസ് ഹ്യൂമൻ ഹെൽത്തിന് മാത്രമല്ല എക്കോസിസ്റ്റത്തിനും. എക്കോസിസ്റ്റത്തിനും കൊള്ളില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ടുവേർഡ്സ് ദി എൻഡ് പറയുന്നുണ്ട്. ഇതെന്താണ്? it has also degraded the quality of land, water and food derived through these practices, monoculture practices. അപ്പോൾ ഫ്യൂ ക്രോപ്സിലുള്ള ഡിപെൻഡൻസ് കോൺസിക്വൻസസ് ഹ്യൂമൻ ഹെൽത്തിനും ഉണ്ട്, എക്കോസിസ്റ്റത്തിനും ഉണ്ട്. സോ 2 is an option. അപ്പോൾ എന്തായാലും സി അല്ല എന്ന് ഉറപ്പായി. കാരണം 2 നമുക്ക് ഓപ്ഷനിലുണ്ട്, പക്ഷേ സി ഓപ്ഷനിൽ 2 ഇല്ല. സോ ദാറ്റ് ഈസ് ഔട്ട്. ഇനി 1 എന്തായാലും ഇല്ല. അപ്പൊ എയും പോയി ഡിയും പോയി. ഏത് ക്യാൻസറിൽ എത്താം. ബട്ട് സ്റ്റിൽ വി read the other options. Government policies regarding food planning need to incorporate nutritional security. ഇനി അവിടെ നിൽക്കട്ടെ, അതിനെ പറ്റി ഒരു ഉറപ്പില്ലെങ്കിൽ go to 4th option. For the present monoculture agriculture practices, farmers receive subsidies in various ways and government offers remunerative prices for grains and therefore they do not tend to consider crop diversity. ഇത് എന്തുകൊണ്ട് ഒരു അസംഷൻ സ്റ്റേറ്റ്മെന്റ് ആവില്ല? എക്സാക്ട്ലി. അതൊരു അസംഷന്റെ ഭാഷയേ അല്ല. ഒരു അസംഷൻ ഒരു ഭാഷയുണ്ട്. എന്തെഴുതുമ്പോഴും ഒരു ഭാഷയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? മേളിൽ പറഞ്ഞ എന്തൊക്കെയോ കൺക്ലൂഡ് ചെയ്തേക്കുന്ന പോലെയാണ് ഇതിനകത്ത് തോന്നുന്നത്, അല്ലെ? മേളിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ പാരഫ്രൈസ് ചെയ്ത് എഴുതിയേക്കുന്ന, അല്ലെങ്കിൽ ഒരു സമ്മറൈസ് ചെയ്ത് പാരഫ്രൈസ് ചെയ്ത് എഴുതിയേക്കുന്ന പോലെയാണ് ഇത് കണ്ടാൽ തോന്നുക. പക്ഷെ ഈ 4th പാസേജ് ഓപ്ഷനിൽ പറയുന്ന ഒന്നും തന്നെ നമുക്ക് മേളിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് ഈ ഒരു റൈറ്റിംഗിന്റെ ഭാഷ അസംഷൻ അല്ല. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം 1 എന്തായാലും വരില്ല എന്നറിയാം, 4th എന്തായാലും വരില്ല എന്നറിയാം. പിന്നെ ഉള്ള ഓപ്ഷൻ 2 and 3 ആണ്. 2 എന്തായാലും വരൂ എന്ന് പറയാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈസിലി എത്താൻ പറ്റുന്ന ഓപ്ഷനാണ് 2 and 3. അപ്പോ ബി ആണ് കറക്റ്റ് ആൻസർ. ഗവൺമെന്റ് പോളിസീസ് റിഗാർഡിംഗ് ഫുഡ് പ്ലാനിംഗ് നീഡ് ടു ഇൻകോർപ്പറേറ്റ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി. അതൊരു അസംഷൻ ആയി പറയാം, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക്, അല്ലെ? അതൊരു ബ്രോഡർ കാര്യമാണ്. ഇതിന് വരാവുന്ന ഒരു അസംഷനുമാണ്. അതിന്റെ ഭാഷയ്ക്ക് ഒരു അസംഷന്റെ ഇതുണ്ട്. ഇറ്റ്സ് നോട്ട് ഗിവിംഗ് യു ഫാക്ട്സ് or it's not summarizing what has already been said. ഇനി നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? 6 മണി വരെ ഉണ്ടാവുള്ളൂ. സോ 35, 41. ഓക്കെ, 41, ക്വസ്റ്റ്യൻ നമ്പർ 41 നോക്കിക്കോട്ടോ. ഇതൊരു കുഞ്ഞു പാരഗ്രാഫാണ്. റീഡ് ഫാസ്റ്റ്. എഗെയിൻ ഒരു അസംഷൻ ആണ്. വായിച്ചല്ലോ.
എല്ലാരും വായിച്ചില്ലേ? പറയൂ പറയൂ. എക്സാം ആണെങ്കിൽ എന്തായിരിക്കും? One only. Okay, global warming is causing spring to come early and for longer durations. അടുത്ത ആള് പറഞ്ഞോ. Two only. Early spring and longer period of spring is not good for bird population. ഇതൊരു assumption ആണോ? അത് മാത്രമല്ല, ബേർഡ് പോപ്പുലേഷനെ പറ്റിയിട്ട് എന്താണ് മേഡി പറയണതെന്ന് കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ബേർഡ്സ് ഡോണ്ട് റിട്ടേൺ, അവർ ഡിലേ ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. പക്ഷെ അത് എന്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്? സ്പ്രിംഗ് ടൈമിലുള്ള ഇക്കോളജിക്കൽ ഇവന്റ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അത് ബേർഡ്സിന് കൊള്ളില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് won't that be too far-fetched apart from the language of this statement? അല്ലേ? Assumption എന്ന് പറയുന്നത് ഭയങ്കര ലിറ്റിൽ ബിറ്റ് മോർ ഫാർ-ഫെച്ച്ഡ്, പക്ഷേ ഔട്ട് ഓഫ് ദ വേൾഡ് അസംഷൻസ് പറ്റില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഓക്കെ, ഇനി അടുത്ത നോക്കൂ. ഫസ്റ്റ് ഓപ്ഷനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ നീ പറയുന്ന അനുസരിച്ച് നൈദർ 1 or 2 ആവാം അല്ലേ? അതോ രണ്ടാമത്തെ ആവാമെന്നാണോ പറയുന്നത്? ബി ഓപ്ഷൻ ഓക്കെ ആണെന്നാണോ? ശരി, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണെന്നാണോ പറയുന്നത്? എന്തോ? അതെ, നീ ആണെങ്കിൽ ഏത് ആൻസർ കൊടുക്കും? എ ബി സി ഡി? B2 only, assumption 2 only. Okay. A അല്ലെങ്കിൽ neither 1 or 2. Global warming is causing spring to come early and for longer durations. ഓക്കെ, വേറെ റീസൺസ് ഉണ്ടാവുമെന്ന് അസ്യൂം ചെയ്തൂടെ? അപ്പൊ ഗ്ലോബൽ വാർമിംഗ് മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ടല്ലോ അല്ലേ? ദാറ്റ് ഈസ് യുവർ പോയിന്റ്, റൈറ്റ്? സോ യു then it should be neither 1 or 2. Why did you say B option? Okay, birds. Okay, okay, A only. എത്ര പേര് A only? A only. A only. A only. Okay. Then B only. B only. Yeah. Bittu. B only. B only. B only വിട്ടോ? അത് നല്ല സ്ട്രാറ്റജി ആട്ടോ. ഈ ക്വസ്റ്റൻ ആക്ച്വലി വിടുന്നത് ഒരു നല്ല സ്ട്രാറ്റജിയാണ്. കാരണം ഇറ്റ്സ് ആക്ച്വലി കൺഫ്യൂസിങ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചധികം ക്വസ്റ്റ്യൻസ് കോൺഫിഡന്റ് ആണെങ്കിൽ ഇതിനോട് നെഗറ്റീവ് മാർക്കിംഗ് വാങ്ങുന്നത്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ലീവ് ദിസ് ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല, ഇതിന്റെ ഓപ്ഷൻസിൽ നിന്ന് ഒരു ഉത്തരത്തിലേക്ക് പിൻ പോയിന്റ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം ആകെ 2 സ്റ്റേറ്റ്മെന്റ്സേ ഉള്ളൂ. സോ യു ഹാവ് ടു മേക്ക് ഇവിടുന്ന് തന്നെ നിങ്ങളൊരു ഡിസിഷൻ ഉണ്ടാക്കണം. ഓക്കെ, എന്റെ അഭിപ്രായത്തിൽ ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസിംഗ് സ്പ്രിംഗ് ടു കം ഏർലി ആൻഡ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻസ് ഓക്കെ ആണ് ഇവിടുത്തെ ഒരു അസംപ്ഷൻ. ഐ വിൽ ടെൽ യു വൈ. Scientists study the vernal window, transition period from winter to the growing season. Growing season ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്പ്രിംഗ് ടൈമിനെയാണ്. They found that warmer winters with less snow. Warmer winters with less snow എന്താണ് അവിടെ? What is it referring to? Global warming. Warmer winters എന്താണ്? Global warming. Lesser snow എന്തുകൊണ്ടാണ്? Global warming. So global warming എന്നുള്ള വാക്ക് പാസേജിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഡയറക്റ്റ് ഇൻഡിക്കേഷൻസ് അബൌട്ട് ഗ്ലോബൽ വാർമിംഗ് പാസേജിലുണ്ട്. They found that warmer winters with less snow resulted in a longer lag time between spring events and a more protracted vernal window. This change in the spring timetable has ecological, social and economic consequences for agriculture, fisheries and tourism. As the ice melts earlier, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത
ഈ സെന്റൻസ് ആസ് ദ ഐ സ്മെൽസ് ഏർലിയർ തൊട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. Let's go to that sentence. As the eye smells earlier, the birds don't return, causing a delay or lengthening in springtime ecological events. ഇനി സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ ഏർലി സ്പ്രിങ്ങും ലോങ്ങർ പീരീഡ് ഓഫ് സ്പ്രിങ്ങും അതിനെ പറ്റിയിട്ടുള്ള റെഫറൻസ് ഇതിലുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റിലുണ്ട്. The birds don't return, അത് മാത്രമേ ആക്ച്വലി പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ബേർഡ് പോപ്പുലേഷൻസ് എന്നുള്ളൊരു what do you say again language of the assumption, അതൊരു അസംഷൻസിന്റെ മൈറ്റ് എന്നുള്ള രീതിയിലല്ല, ഇത് ബേർഡ്സിന്റെ പോപ്പുലേഷൻ കൊള്ളില്ല, ലോങ്ങർ സ്പ്രിങ്സ് ബേർഡ്സിന് നല്ലതല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആ ഒരു അസംഷൻ കുറച്ച് ഫാർഫെച്ച്ഡ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലേ? സോ ബേർഡ്സിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ബേർഡ്സിനെ പറ്റിയിട്ട് ഇത് കൊള്ളില്ല എന്നുള്ള ഇതിന്റെ ലാംഗ്വേജ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആർഗ്യുമെന്റ് ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അസംഷൻസിന് ഇത്രയും സ്ട്രോങ്ങർ ഒരു ആർഗ്യുമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് വാലിഡേറ്റിംഗ് പോയിന്റ്സ് ഒന്നും പാസേജിൽ കാണുന്നില്ല. സോ ഞാനും വിചാരിക്കുന്നത് വൺ ഓൺലി ആണ്. ഇനി വൺ ഓൺലി അല്ലെങ്കിലും ടു ഓൺലി ഒരു ഓപ്ഷനേ അല്ല, both 1 and 2 ഒരു ഓപ്ഷനേ അല്ല, then it should be neither 1 nor 2, but I also go with option A. കാരണം ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള വാക്ക് പറയുന്നില്ലെങ്കിൽ പോലും അതിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ഇൻഡിക്കേഷൻസ് പാസേജിൽ നിന്ന് കിട്ടുന്നുണ്ട്. Now let's go to 43. 43 വായിച്ചോട്ടോ. Which of the following statements best reflects the most logical, rational, and crucial message conveyed by the passage? Okay. Before that, let's go. Sorry, 42. Vaichote. 1 second. Because I want you to. This is the passage for question number 42. Question number 42. The question writing. Which one of the following statements best reflects the most logical, rational, and crucial message implied by the passage? Questionle keyword ആദ്യം കണ്ടുപിടിക്കുക. എന്താണ് ക്വസ്റ്റ്യനിലെ കീവേഡ്? നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്രൂഷ്യൽ മെസ്സേജ്. നീ എന്താ പറയണേ? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ വായിക്കുക, കെയർഫുൾ. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് which one of the following statements best reflects most logical, rational, crucial message? നിങ്ങൾ എല്ലാവരും മോസ്റ്റ് ഓഫ് യു ആ ക്രൂഷ്യൽ മെസ്സേജ് കാണുമ്പോഴേക്കും മെസ്സേജ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകും, ബാക്കി വായിക്കാൻ നിൽക്കില്ല. പക്ഷേ ഇവിടെ ചോദിക്കുന്നത് ക്രൂഷ്യൽ മെസ്സേജ് ഇംപ്ലൈഡ് ബൈ ദി പാസേജ്. അപ്പൊ ഇംപ്ലിക്കേഷൻ ആണ് ഈ പാസേജ് ഇംപ്ലൈ ചെയ്യുന്നതെന്നാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 42 ക്രൂഷ്യൽ മെസ്സേജ് ഇംപ്ലൈഡ് ബൈ ദി പാസേജ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇംപ്ലിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം എന്തുകൊണ്ട് ഇത് ക്രൂഷ്യൽ മെസ്സേജ് ആയിക്കൂടാ? ഇംപ്ലിക്കേഷൻ എന്നുള്ള വാക്കിൽ നമ്മൾ എന്തിന് സ്ട്രെസ് കൊടുക്കുന്നു? ഫോക്കസ് എന്തിനാ അവിടെ കൊടുക്കുന്നു? ഫോക്കസ് പോയിന്റ്. Go to question number 43. Question number 43 നോക്കുക. Most logical, rational and crucial message conveyed by the passage. നിങ്ങൾക്ക് ക്രൂഷ്യൽ മെസ്സേജ് ഇതിനകത്താണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്രൂഷ്യൽ മെസ്സേജ് ഓഫ് ദ പാസേജ് ആണ്. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് കൺവേ എന്നുള്ളതാണ്. ഈ പാസേജ് കൺവേ ചെയ്യുന്ന ക്രൂഷ്യൽ മെസ്സേജ് എന്താണ്? പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ 42 കൺവേ എന്നുള്ളതല്ല, ഇംപ്ലൈഡ് ബൈ ദി പാസേജ് ആണ്. അപ്പൊ ഈ പാസേജ് കൺവേ ചെയ്യുന്ന ക്രൂഷ്യൽ ഇംപ്ലിക്കേഷൻ എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ അങ്ങനെയുള്ള നിറ്റിഗ്രിറ്റീസ് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. സോ റീഡ് ദി എൻറ്റയർ ക്വസ്റ്റ്യൻ ഓൾവേസ്. Crucial message implied by the passage.
വായിച്ചോളൂ. ഇതിപ്പോ നൈട്രജൻ എഫിഷ്യൻസി, യൂസ് ഓഫ് നൈട്രജൻ ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസിയെ പറ്റിയിട്ടാണ് പാസേജ് എന്ന് മനസ്സിലായി. Go through the passage. Don't give much importance to the percentages and values given there. Answer? Answer A. Any other option? ആദ്യത്തെ ആൾ എന്ത് പറയുന്നു? ഓപ്ഷൻ എ. പാരഗ്രാഫ് വായിച്ചേ. Why you said C? ഇതിന്റെ ആൻസർ എ ആണ്. ഇത് ക്ലിയർ കട്ട് ആൻസർ ആണ്. സി ഒക്കെ എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ. വായിച്ചു കേട്ടോ. ഇത് മെസ്സേജ് കൺവേഡ് ബൈ ദി പാസേജ് ആണ്. The passage answer. 43 എല്ലാവരും വായിച്ചോ? വായിച്ചോ? ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് വരാം. Which one of the following statement best reflects the most logical, rational and crucial message conveyed by the passage? ഇപ്പൊ crucial message എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം അല്ലെ? നിങ്ങൾ നിർബന്ധമായിട്ട് എലിമിനേറ്റ് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് പറയൂ. D, climate change in knowledge scholar. Yes, D is eliminated completely. Then one more option which you would definitely eliminate. D. D is eliminated. Somebody said C. Who said C? Why do you think that it is complete? It should be completely eliminated. അല്ല, ഡിക്ക് മുന്നേ സി എലിമിനേറ്റ് ചെയ്തതാണ് ഞാൻ ചോദിച്ചത്. ഓ അങ്ങനെ, ഓക്കെ. There is an impending issue of dealing with large number of climate change victims or climate refugees. Okay. ഇനി നിങ്ങൾക്ക് ഈ ആൻസർ എ എത്ര പേര് വിശ്വസിക്കുന്നു? എ. സി, ബിയും ഡിയും നമ്മൾ എന്തായാലും എലിമിനേറ്റ് ചെയ്തു. Now the confusion is between A and C. So I am asking how many of you favor C? C. ഇപ്പൊ ഒരെണ്ണം പറയണം. നിങ്ങൾ കുത്താൻ പോവാ. ഏത് കുത്തും? സി കുത്തും. കൂടുതൽ താല്പര്യം സിയോട്. എന്തുകൊണ്ട്? Okay, we'll go back to the passage. ഇനി എ പറഞ്ഞതിൽ എന്തുകൊണ്ട് എ പറഞ്ഞു and not C? Why not C? Why not C? നീ പറയും. ഗുഡ്. ഇനി എന്തുകൊണ്ട് സി അല്ല എന്ന് പറയുന്നവർ എന്തുകൊണ്ട് സി അല്ല എന്ന് പറയുന്നു? കുറെ പേര് സി അല്ല എന്ന് പറഞ്ഞു, എ ആണെന്ന് പറഞ്ഞു. Either you tell me why you took A or tell me why you rejected C. ആക്ച്വലി അതാണ് ഇവിടുത്തെ പോയിന്റ്. ഈ പറയുന്ന പോലെ റെഫ്യൂജീസിനെ പറ്റിയിട്ട് ഒരു റെഫറൻസ് പാസേജിൽ വരുന്നുണ്ട്. പക്ഷെ again that is a restrictive message. The entire passage actually talks about justice. Sustainable climate justice is regarded as a significant principle. എന്താണ്? In our climate change summits or compacts, both the principles have eluded consensus among nations. Justice judicial system well defined ആണ്. പക്ഷെ climate change ന്റെ കാര്യത്തിൽ അതിനകത്ത് സയന്റിഫിക്കും സോഷ്യോ പൊളിറ്റിക്കൽ കൊണോട്ടേഷൻസും ഉണ്ട്. പക്ഷെ അതൊന്നും അത്രയും well defined അല്ല. The crucial question in the next few years will be how resources, technologies and regulations are used to support the victims of the climate change. ഇവിടെ വരുന്നത് കൊണ്ടാണ് ആ ഡൗട്ട് വരുന്നത് അല്ലേ? പക്ഷെ
അത് എന്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്? ക്ലൈമറ്റ് ജസ്റ്റിസിന്റെ കോണ്ടെക്സ്റ്റിലല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് ഇനിയുള്ള ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആയിരിക്കും കുറച്ച് വർഷത്തേക്ക്. എങ്ങനെയാണ് റിസോഴ്സസും ടെക്നോളജീസും റെഗുലേഷൻസും ക്ലൈമറ്റ് ചേഞ്ച് വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ജസ്റ്റിസ് ഇൻ ക്ലൈമറ്റ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു ആക്ഷൻസ് റിലേറ്റഡ് ടു മിറ്റിഗേഷൻ but includes wider notion of support for adaptation to climate change and compensation for loss and damage. അപ്പൊ ഈ പറഞ്ഞ പോലെ അതൊരു വിക്ടിംസിനെ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇറ്റ്സ് എ വൈഡർ കോൺസെപ്റ്റ്. അപ്പൊ ആ കോൺസെപ്റ്റിനെ എൻകംപസ് ചെയ്യുന്ന ഓപ്ഷൻ എടുക്കുന്നതാണ് എപ്പോഴും സേഫർ. സോ ഈവൻ ഐ തിങ്ക് ദാറ്റ് എ ഓപ്ഷൻ ഈസ് ബെറ്റർ. ഇനി 53 ക്വസ്റ്റ്യൻ ഏതാണെന്ന് അയ്യോ ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 53, ക്രക്സ് ഓഫ് ദി പാസേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്രക്സ് ഓഫ് ദി പാസേജ് എന്ന് വെച്ചാൽ എന്താണ്? ഓവറോൾ ഓക്കെ. ഓവറോൾ സമ്മറിയേക്കാൾ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടൊരു ഡെഫിനിഷൻ തന്നെ. കോർ ഐഡിയ കുറച്ചുകൂടി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ക്രക്സ് എന്ന് പറയുന്നത് സമ്മറൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡിയ എന്നൊക്കെ ഉള്ളതായിരിക്കും. ആകത്തുക. That would be the literal translation in Malayalam. That will help you in the exam. വായിച്ചോളൂ. സ്മോൾ പാരഗ്രാഫ്. റീഡിംഗ് സ്പീഡ് കൂട്ടാട്ടോ. പറഞ്ഞോ. We'll go to the options. ഇതിനകത്ത് നിന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ എടുത്ത് കളയുന്ന ഓപ്ഷൻസ് ഡി. ക്വസ്റ്റ്യൻ നമ്പർ 53. The parents of many school children are illiterate and are unaware of the benefits of quality education. Crux of the passage are ചോദിച്ചിരിക്കുന്നത്. Okay, D is definitely out of the picture. Then C. C പറ്റി ചിലർ കൺഫ്യൂഷൻ പറഞ്ഞു. So any other option that you want to eliminate for sure? India is unable to become a global power because it is not focusing on promoting knowledge economy. B, about B and D നമുക്ക് definitely out of the picture. Then we have A and C. How many of you support C? C. ആരെങ്കിലും C 4-5 പേരൊക്കെയാണ് C. അപ്പൊ ബാക്കി എല്ലാവരും A ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അതോ ക്വസ്റ്റിനെ വിടുകയാണോ? വിടരുത്. ഈസി ക്വസ്റ്റ്യൻ ആണ്, വിടരുത്. Crux of the passage. Go back to the passage. Benefits of good quality school education. Only students complete and leave school after having acquired the gateway skills. Like one learns to walk before running, similarly one picks up advanced skills only after picking the basic foundational skills. The advent of the knowledge economy poses new challenges. നമുക്ക് ആക്ച്വലി മറ്റതൊക്കെ കോണ്ടെക്സ്റ്റ് ആണ്. കാര്യത്തിലേക്ക് കടക്കുന്നത് ഈ സെന്റൻസോട്ടാണ്. The advent of the knowledge economy poses new challenges. എന്താണ് challenges? And one of the severe consequences of having an uneducated workforce will be our inability to keep pace with the global economy. Without a strong learning foundation at the primary level, there can be no improvement in higher education or skill development. ഇത് വായിച്ചതിന് ശേഷം സി ഓപ്ഷൻ പറഞ്ഞവർ എന്താണ് വായിച്ചത്? സി ഓപ്ഷൻ എന്താ പറയുന്നത്? Our education system should focus more on imparting skills during their higher education. അതാണോ crux of the passage? Crux ഇവിടെ പറയുന്നത് എന്താണ്? Without a strong learning foundation at the primary level, there can be no improvement in higher education or skill development. എന്തില്ലാതെ? പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോപ്പർ അല്ലാതെ
ഹയർ എഡ്യൂക്കേഷനോ സ്കിൽ ഡെവലപ്മെന്റോ ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് ഡസ് ഓപ്ഷൻ സി സേ? Our education system should focus more on imparting skills during higher education. അങ്ങനെ ആ ലോജിക് ഒട്ടും ശരിയായില്ല. അതാണ് ഇത് ആക്ച്വലി എവിഡന്റ് ആണ്. വിത്തൗട്ട് എ സ്ട്രോങ് ലേണിംഗ് ഫൗണ്ടേഷൻ അറ്റ് എ പ്രൈമറി ലെവലില് നല്ല ഇതില്ലാതെ, ഫൗണ്ടേഷൻ ഇല്ലാതെ ഒന്നും തന്നെ ഹയർ എഡ്യൂക്കേഷനും സ്കിൽ ഡെവലപ്മെന്റിലും ചെയ്യാൻ പറ്റില്ലെന്നാണ് പാസേജ് പറയുന്നത്. And then you are telling that the crux of the passage is give more education for skill development during higher education. No. സി എന്തായാലും പറ്റില്ല കേട്ടോ. പിന്നെ ടു ബിക്കം എ ഗ്ലോബൽ പവർ ഇന്ത്യ നീഡ്സ് ടു ഇൻവെസ്റ്റ് ഇൻ യൂണിവേഴ്സൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്താണ്? എല്ലാ കാലഘട്ടത്തിലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത് ഒട്ടും തെറ്റിക്കാൻ പാടില്ല. അതാണ് നിങ്ങൾ ഇത് മര്യാദയ്ക്ക് വായിക്കാത്തത് കൊണ്ടാണ്. പ്രൈമറി എഡ്യൂക്കേഷന്റെ അവിടെ അതാണ് വിത്തൗട്ട് എ സ്ട്രോങ് ലേണിംഗ് ഫൗണ്ടേഷൻ അറ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ. ഈ സെന്റൻസ് മാത്രം വായിക്കാതെ അതിന് കോമയ്ക്ക് മുന്നേ ഉള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിക്കൂ. 62 ഇംപ്ലിക്കേഷൻ ആണ് ചോദിക്കുന്നത്. റിഫ്ലക്ട് ദ സൊല്യൂഷൻസ് ദാറ്റ് ആർ ഇംപ്ലൈഡ് ബൈ ദി പാസേജ്. സൊല്യൂഷൻ ആണ് ചോദിക്കുന്നത്, പക്ഷേ ഈ സൊല്യൂഷൻസിന്റെ ഡയറക്റ്റ് സൊല്യൂഷൻസ് പാസേജിൽ പറഞ്ഞിട്ടില്ല. See the question regarding the financialization of household savings. Which of the following statements best reflect the solutions that are implied by the passage? So you have to come up with solutions. പക്ഷേ ഈ solutions they are not directly stated, they are implied. അപ്പൊ പാസേജിൽ ഇംപ്ലൈ ചെയ്തിരിക്കുന്ന സൊല്യൂഷൻസ് എന്താണെന്ന് go through the passage. ഇവിടെ നിങ്ങൾക്ക് എലിമിനേഷൻ പോസിബിൾ ആണ്, കാരണം 1 2 1 2 3 ഇങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. സോ യു ക്യാൻ എലിമിനേറ്റ്. വായിച്ചല്ലോ. 62 ഏതൊക്കെയാ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്? 62 no. Implication of the passage 2 eliminate ചെയ്യാൻ പോവാണ്. What else will you eliminate? നിങ്ങളുടെ ആൻസർ എന്താണ്? ഇപ്പോ സി ആണ് ആൻസർ. 1 and 3. ആരൊക്കെയാ 1 and 3 ഓപ്ഷൻ പറയുന്നത്? 1 and 3 സി ഓപ്ഷൻ. വേറെ എന്തെങ്കിലും ഓപ്ഷൻ? സി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി കുറെ പേര് കൈപൊക്കിയില്ല. സോ വാട്ട് ആർ യുവർ ഓപ്ഷൻസ്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒട്ടും ആലോചിക്കാത്ത ഓപ്ഷനാണ് നിങ്ങൾ പറഞ്ഞത്. സോ ഐ എം നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വൈ യു ഗോട്ട് ദാറ്റ് ആൻസർ. നോക്കാം. എനി അതർ ഓപ്ഷൻ? ഡി 1 2 3 അതെനിക്ക് വീണ്ടും ഓക്കെ ആണ്. സി ഓപ്ഷൻ മനസ്സിലായില്ല. എ 1 and 2 ഉള്ളേ. ഓക്കെ, എല്ലാരും ഓരോ ആൻസർ പറഞ്ഞ കാരണം ഇത് പിൻവലിച്ചു. ഏതിലേക്ക് മാറി? 1 and 2. ഓക്കെ, എന്തായാലും നിങ്ങളൊക്കെ വ്യത്യസ്തമായ ആൻസേഴ്സ് പറഞ്ഞ സ്ഥിതിക്ക് ലെറ്റ്സ് ഗോ ബാക്ക് ടു ദി പാസേജ്. Household finance in India is unique. We have a tendency to invest heavily in physical assets such as gold and property. Steps to encourage the financialization of savings are critical. A populace accustomed to traditional processes will not simply jump into financialization. Hurdles to change include onerous bureaucracy, skepticism of organized financial institutions,
lack of basic information about which of the myriad services and providers is best for each family and how, and even if one can make the transition between them if necessary. So first option is a flexible environment is needed to develop solutions. അത് ആവാം എല്ലാവർക്കും ആവാം, ഒരു ഡൗട്ടും ഇല്ല, എല്ലാവരും ആവാം. ഓക്കെ, എല്ലാം ആവാം. ഓക്കെ. സെക്കൻഡ് വൺ, households need customized solutions. അത് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞ എന്തായിരുന്നു? അത് ആവാമെന്ന്, ഇത് സെക്കൻഡ് വൺ എന്തുകൊണ്ട് എന്തായാലും ആവാമെന്ന് തോന്നാനുള്ള റീസൺ എന്താണെന്നറിയാവോ? കാരണം ഇവിടെ പറയുന്നത് തന്നെ അതാണ്. എന്താണ് ഹേർഡിലായി പറയുന്നത്? ലാക്ക് ഓഫ് ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് വിച്ച് ഓഫ് ദി ഓപ്ഷൻസ് ഇസ് വിച്ച് ഓഫ് ദി ഓപ്ഷൻസ്, ഒരു ഫാമിലിക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഒരു ഹേർഡിലായിട്ടാണ് അവർ ഓൾറെഡി പറയുന്നത്. അപ്പൊ നമുക്ക് കസ്റ്റമൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ? അത് സൊല്യൂഷൻസ് ആണ് ഇവര് ചോദിക്കുന്നത്. ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ദി സൊല്യൂഷൻസ് ആർ ഇംപ്ലൈഡ് ഇൻ ദ പാസേജ്. അവര് ഇംപ്ലൈ ചെയ്യുന്നത് അതാണ്, കസ്റ്റമൈസ്ഡ് സർവീസ് wherein they tell you which of the financialization plans will suit your family. അപ്പൊ ഇത് എന്തായാലും 2 എന്തായാലും പറ്റും. ഇത് ആക്ച്വലി നിങ്ങൾ 2 ആണ് ആദ്യമേ ടിക്കറ്റ് പോയേണ്ടത്, കാരണം അത് ഒട്ടും ഫാർഫെച്ച്ഡ് അല്ല, ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ എന്തായാലും 2 ഉണ്ട്. അപ്പൊ ഒന്നിൽ പിന്നെ വരുന്നത് 2 or 3 ഇതാണോ എന്നാണ്. പിന്നെ ഈ അപ്പൊ എന്തായാലും സി ഓപ്ഷൻ പോയി. 1 എന്തായാലും നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കൺവിക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുകയും ചെയ്തു. സോ 1ഉം 2ഉം വേണം. പിന്നെ വരുന്നത് ലാസ്റ്റ് ആളുടെ ഡൗട്ടാണ്, അതൊരു ലെജിറ്റ് ഡൗട്ടാണ്. അത് എന്തുകൊണ്ടല്ല നിങ്ങൾ നോക്കാം. ഇന്നോവേഷൻസ് ഇൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആർ റിക്വയർഡ്. എന്തുകൊണ്ടല്ല? ടെക്നോളജിക്കൽ ഇന്നോവേഷനെ പറ്റിയിട്ടേ അല്ല ഇത് അസംഷൻ ബേസ്ഡും അല്ല. അപ്പൊ നമുക്ക് ഫാർഫെച്ച്ഡ് അത്ര ആവാനും പറ്റില്ല. ഇതിനകത്ത് ഇംപ്ലൈ ചെയ്യുന്നേ ഇല്ല ടെക്നോളജിയെ പറ്റിയിട്ട്, അല്ലെ? ടെക്നോളജിക്കൽ ഇന്നോവേഷനെ പറ്റിയിട്ട് എവിടെയാണ് ആ ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നത്? പാസേജില് അല്ല. പക്ഷെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇനി വേണം, ഇനി ആവശ്യമാണെന്ന് പറയുന്നത് എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഹേർഡിൽസ് ആയി പറയുന്നത് എന്താണ്? ബ്യൂറോക്രസിയുടെ പ്രശ്നം, ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക് ബാങ്ക്, അതിനകത്തുള്ള വിശ്വാസ്യത ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് പറയുന്നത്. ആൻഡ് ലാക്ക് ഓഫ് ബേസിക് ഇൻഫർമേഷൻ. ഇവിടെയാണ് നിങ്ങൾക്ക് അത് തോന്നിയത് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ വന്നാൽ നന്നായിരിക്കുന്നത്. പക്ഷെ ഇത് അസംഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഇത് ശരിയായിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ അസംഷൻസ് അല്ല ഇവിടെ ചോദിക്കുന്നത്, ഇംപ്ലൈ സൊല്യൂഷൻസ്. ഈ പാസേജിൽ ഇംപ്ലൈ ചെയ്യുന്ന സൊല്യൂഷൻസ് എന്താണ്? അതുകൊണ്ട് ഐ വുഡ് സേ അത് പറയാൻ പറ്റില്ല. ടെക്നോളജി ഓക്കെ ആവുമായിരുന്നു ക്വസ്റ്റ്യൻ അസംഷൻസ് ആയിരുന്നു. സോ ഞാൻ പറയുന്ന ആൻസർ 1 and 2 വരുന്നതാണ്. സോ ദാറ്റ് വിൽ ബി 8. സോ വെരി വണ്ടർഫുൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ഇങ്ങനെ സോൾവ് ചെയ്ത് പഠിക്കാല്ലാതെ സത്യമായിട്ടും വേറൊരു ഷോർട്ട് കട്ട് ഇല്ല കേട്ടോ. നിങ്ങൾ ഇതിന്റെ നാക്ക് വരിക തന്നെ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജനറലി ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ന്യൂസ് പേപ്പർ റീഡിങ്സ് തന്നെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയി വായിക്കുക. ജസ്റ്റ് ഫാക്ട്സ് ഫിഗേഴ്സ് മാത്രം നോക്കാതെ ഹൗ ദേ ആർ ഫ്രെയിമിംഗ് ദ സെന്റൻസ്, എന്താണ് അതിന്റെ ലോജിക്കൽ സീക്വൻസ്, അറ്റ് ദി എൻഡ് once you complete reading a passage, നിങ്ങൾക്ക് എന്താണ് ആ പാസേജിൽ നിന്ന് ഓവറോൾ മനസ്സിലാക്കുന്നത്. സ്പെസിഫിക് പോയിന്റ്സ് റിമെമ്പർ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ഈ ഒരു രീതിയിൽ കോംപ്രിഹെൻഷൻ വായിക്കുന്നത് വേറൊരു അപ്രോച്ചിലല്ലേ വായിക്കുന്നത്. ന്യൂസ് പേപ്പർ വായിക്കുന്ന അപ്രോച്ചിലല്ലല്ലോ വായിക്കുന്നത്. ന്യൂസ് പേപ്പർ നിങ്ങൾ ആ അപ്രോച്ചിൽ വായിക്കാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു ഫോർ യുവർ മെയിൻസ്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത് എപ്പോഴും ഒരു പ്രിലിംസ് ഓറിയന്റഡ് രീതിയിലാണ്. ഡോണ്ട് ഡു ദാറ്റ്. ഈ ഒരു രീതിയിലാണെങ്കിൽ ഒരു മെയിൻസ് ഓറിയന്റഡ് ആയിരിക്കും. പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ നിങ്ങൾ നോക്കണം, ഇതും നോക്കണം. സോ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നും വായിക്കണ്ട. നിങ്ങൾ വായിക്കുന്ന ന്യൂസ് പേപ്പർ തന്നെ ഈ ഒരു ഓറിയന്റേഷനിൽ കൂടെ വായിക്കുക. താങ്ക് യു.